السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരുപാട് സ്നേഹവും തത്തുല്യമായ ബഹുമാനവും ഏറെ പ്രിയവുമുള്ള പ്രിയപ്പെട്ട വിശ്വാസിനികളെ, ഭൂമുഖത്ത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭവനത്തിൽ അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട് പ്രാമാണികമായി ചില കാര്യങ്ങൾ പറയുവാൻ ഒത്തുചേർന്നിരിക്കുന്നു എന്നത് നമുക്ക് അള്ളാഹു നൽകുന്ന ഭാഗ്യങ്ങളിൽ ഒന്നാണ്. നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് കുടുംബ സംഗമവും തഹസ്സുൽ പ്രൊജക്റ്റിൻ്റെ പ്രഖ്യാപനവും എന്ന ടൈറ്റിൽ കൊടുത്തുകൊണ്ടാണ്. രണ്ട് ലോകത്തും ഉപകാരമുള്ള രണ്ട് ഭാഗങ്ങളായിട്ടാണ് സംസാരത്തിൽ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ചേലേമ്പ്രയിലേക്ക് വരുമ്പോൾ, ഹൈവേ സലഫി മസ്ജിദിൽ വരുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ഒരുപാട് സ്നേഹവും ഇഷ്ടവും തന്ന, തിരിച്ചും ആദാനപ്രദാനങ്ങളായ സ്നേഹത്തിൻ്റെ കൊടുക്കലുകൾ വാങ്ങലുകൾ, അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് നമുക്കറിയില്ല, നമ്മളോട് ചോദിച്ചിട്ടല്ലല്ലോ അള്ളാഹു നമ്മളെ ഭൂമിയിൽ സൃഷ്ടിച്ചത്. നാം ആഗ്രഹിച്ചിട്ടല്ല ഇന്നാളുടെ മോനായത്. നാം ആഗ്രഹിച്ചിട്ടല്ല ഇന്ന് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നാം കുരുത്തത്. നാം ആഗ്രഹിച്ചിട്ടല്ല ഈ പ്രദേശത്ത് ജീവിക്കേണ്ട വ്യക്തികളായി നാം മാറിയത്. നമ്മളോട് ചോദിക്കാതെ, നമ്മളോട് പറയാതെ, നമ്മളറിയാതെ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം നമ്മൾ ജനിച്ചു. വളർന്നതും യൗവനം താണ്ടിക്കടന്നതും വാർദ്ധക്യത്തിലെത്തിയതും ഒന്നും നമ്മുടെ ഇഷ്ടത്തിനൊത്തല്ല. അതുപോലെ നമ്മളോട് ചോദിക്കാതെ, നമ്മളോട് പറയാതെ, നമ്മളറിയാതെ ഈ ലോകത്തുനിന്ന് നമ്മൾ വിട പറയും. ഉറപ്പാണ്, നമ്മുടെ സമ്മതം ചോദിക്കില്ല. നാം ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു സമയത്തായിരിക്കും ഈ ലോകത്തോടുള്ള നമ്മുടെ വേർപാട്. എത്രയെത്ര മരണങ്ങളാണ് ഓരോ ദിനം നമുക്ക് പരിചയമുള്ളത്. പരിചയമില്ലാത്ത ലക്ഷക്കണക്കിന് മരണം ലോകത്ത് നടക്കണില്ലേ? ഉണ്ട്. ആകാശത്തിൻ്റെ ചുവട്ടിൽ ഭൂമിക്ക് മീതെ ഫ്ലൈറ്റുകൾ തകർന്ന് ആളുകൾ മരിക്കുന്നു, കടലിൽ ആളുകൾ മരിക്കുന്നു, മത്സ്യത്തിൻ്റെ വായിൽപ്പെട്ട് അതുപോലെ
വന്യമൃഗങ്ങളുടെ അക്രമങ്ങൾക്ക് വിധേയമായി, ബൈക്ക് ആക്സിഡൻറ്റുകളിൽ, പല നിലക്കുള്ള വാഹനങ്ങളുടെ ആക്സിഡൻറ്റുകളിൽ, കെട്ടിടത്തിൽ പണി നടക്കുമ്പോൾ കാല് തെറ്റി താഴെ വീണ് കിടക്കയിൽ കിടന്ന്, ഹോസ്പിറ്റലിൻ്റെ തിയേറ്ററുകളിൽ കിടന്ന് ഒരുപാട് ദിവസം ക്ഷീണിച്ച് അവശനായി, അങ്ങനെയൊക്കെ നിന്നിട്ടും ഈ ലോകത്തോട് നമ്മൾ വിട പറയുന്നുണ്ട്. അറിഞ്ഞുകൂടാ. അള്ളാഹു നിശ്ചയിച്ച ദിവസം, ഖുർആനിലൊരു ചോദ്യം, ഞാൻ കഴിഞ്ഞ ആഴ്ച ഖുർആൻ ഇങ്ങനെ രാവിലെ സുബൈ കഴിഞ്ഞാൽ കുറച്ച് നോക്കും, വളരെ കുറഞ്ഞ സമയം എല്ലാ ദിവസവും നോക്കാൻ ശ്രമിക്കും. അങ്ങനെ നോക്കിയ കൂട്ടത്തിൽ ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾക്കൊരിക്കലും നിർവചിക്കാനാവാത്ത ഒരു ദിനത്തിലെ മരണത്തെക്കുറിച്ച് നിങ്ങൾ എത്രമേൽ ഗൗരവമായി ചിന്തിച്ചിട്ടുണ്ട് എന്നാണ് ആയത്ത് ചോദിക്കുന്നത്. നിങ്ങൾക്ക് നിർവചിക്കാനാവാത്ത, നിങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു സമയത്ത് ഒരു മരണം കടന്നു വരുന്നതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് ഇത്തരത്തിൽ അലസമായി പോയത് എന്നാണ് അള്ളാഹുവോട് ചോദിക്കുന്നത്. എന്തിനാ നിങ്ങൾ ഇങ്ങനെ അലസമായി പോയത് എന്ന് പടച്ച തമ്പുരാൻ നമ്മളോട് ചോദിക്കുകയാണ്. അപ്പം അതിനെക്കുറിച്ചാണ് ഒന്നാമതായി ആലോചിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയേണ്ട, അക്സിറൂ, നിങ്ങൾ ധാരാളമായി ഓർക്കണം. എന്ത്? പൊടുന്നനെ സകല സൗഭാഗ്യങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ഓർക്കണം. വലിയ പൊസിഷനിലിരിക്കുകയാണ്, വലിയ പൊസിഷനിലെ കസേരയിലിരിക്കുകയാണ്, തിരിയുന്ന കസേരയിൽ എത്രയോ അധികാരങ്ങളുണ്ട്. ആ അധികാരങ്ങളൊക്കെ നീങ്ങിപ്പോകുന്നതാണ്. നിങ്ങൾ നോക്കൂ, ഹാറൂൺ റഷീദിൻ്റെ ഒരു വാചകമുണ്ട്. ഹാറൂൺ റഷീദ് ഒരിക്കലും പറയുന്നുണ്ട്, എന്താ പറയണറിയോ? കാർമേഘമേ, ആകാശത്തിലെ കാർമേഘമേ, നീ സ്വച്ഛന്തം സഞ്ചരിച്ചു കൊള്ളുക. എവിടെ നീ മഴയായി പെയ്യുന്നുവോ അവിടെ ഏത് കൃഷി വളർന്നാലും അതിൻ്റെ സക്കാത്ത് എൻ്റെ ഖജനാവിൽ വരും. അത്രമേൽ അധികാര പരിധിയുള്ള രാജാവാണ് ഞാൻ. ഇങ്ങനെ കാർമേഘമേ, നീ സ്വച്ഛന്തമായി പെയ്തിറങ്ങുക. നീ ഭൂമിയിൽ നനച്ചുകൊണ്ട് എവിടെയൊക്കെ നേരത്തെ അബസയിൽ ഓതിയ പോലെ ഫല്യൻദുറിൽ ഇൻസാനു ഇലാ ത്വആമി അന്നാ സബബനൽ മാഅ സബ്ബാ സുമ്മ ശഖഖ്നൽ അർള ശഖ്ഖാ ഫഅംബത്നാ ഫീഹാ ഹബ്ബൻ വഇനബാ വഖൽബൻ വസൈതൂനൻ വനഖ്ലാ വഹദായിക ഉൽബാ വഫാകിയതൻ വഅബ്ബാ മതാഅൻ ലക്കും വലിയൻആമിക്കും. എത്ര മനോഹരമാണ്! ഖുർആനിലെ 80-ാം അധ്യായം 24 മുതൽ 32 വരെയുള്ള വചനമാണ്. എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? മഴ സമൃദ്ധമായി പെയ്തിട്ട് ഇവിടെ എന്തൊക്കെ മുളച്ചുവോ അതിൻ്റെ സക്കാത്ത് എൻ്റെ ഖജനാവിലെത്തുമെന്ന് ഹാറൂൺ റഷീദ്. ഈ മനുഷ്യനാണ് മരണവേളയിൽ ഒരു കാര്യം പറയുന്നു അല്ലാഹുവോട്, അധികാരം നീങ്ങിപ്പോകാത്ത തമ്പുരാനെ. ആ വാചകം ഒന്ന് ചിന്തിച്ചു നോക്കേ. അധികാരം നീങ്ങിപ്പോകാത്ത തമ്പുരാനെ, അധികാരം നീങ്ങിപ്പോകുന്ന ഹാറൂൺ റഷീദിനോട് കാരുണ്യം കാണിക്കണേ. എൻ്റെ അധികാരം നീങ്ങിപ്പോകും. ഹലക്കാനി സുൽത്താനിയ, അധികാരങ്ങളൊക്കെ നീങ്ങിപ്പോയി, രാജാധികാരം നീങ്ങിപ്പോയല്ലോ. പടച്ചവനിലേക്കുള്ള യാത്രയാണല്ലോ. അങ്ങനെ മനുഷ്യനൊരു യാത്രയുണ്ട്. നോക്കൂ നിങ്ങൾ, വുജൂഹു യൗമൈദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ വവുജൂഹു യൗമൈദിൻ ബാസിറ തളുന്നു അൻ യുഫ്അല ബിഹാ ഫാഖിറ കല്ലാ ഇദാ ബലഗത്തി ത്വറാഖിയ വകീല മൻ റാഖ്. സൂറത്ത് ഖിയാമ 75-ാം അധ്യായം 20 മുതലുള്ള വാചകം വായിച്ചു നോക്ക്. കണങ്കാലും കൂടിപ്പിണയുന്ന ദിവസം, ആത്മാവ് തൊണ്ടക്കുഴിയിൽ വരുന്നതും ഹർ ഹർ എന്ന ശബ്ദത്തോടെ ആത്മാവ് നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നതും. വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമൂത് ഫീ മനാമിഹാ. സൂറത്ത് സുമറിലാണ് 39-ാം അധ്യായം 42. ഉറങ്ങുമ്പം നിങ്ങൾ ആത്മാവിനെ അല്ലാഹു പിടിച്ചു വെക്കുന്നതാണ്. ശരീരം ഇളകുന്നുണ്ട്, അങ്ങോട്ട് ചരിയുന്നുണ്ട്, കൂർക്കം വലിക്കുന്നുണ്ട്. ആത്മാവില്ലാതെയാണ് ഈ പ്രതിഭാസം നടക്കുന്നത്. വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമൂത് ഫീ മനാമിഹാ. ചിലപ്പോൾ നിങ്ങളെ അല്ലാഹു ആത്മാവിനെ വിട്ടുതരില്ല. അങ്ങനെയാണെങ്കിൽ മരണവേളയിൽ സമ്പൂർണമായ ആത്മാവിനെ പിടിക്കുന്നതാണ്. അപ്പൊ ഇതുവരെ ഇവിടെ വരാൻ പോകുന്നു. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത് വമാ നഹ്നു ബിമസ്ബൂഖീൻ.
സൂറത്ത് വാഖിയയിൽ 60-ാമത്തെ വചനം 56-ാമത്തെ അധ്യായം. എന്താ അവിടെ പറയുന്നത്? നിങ്ങൾക്ക് മരണം നിശ്ചയമായും നിങ്ങൾക്കിടയിൽ വിധിച്ചിരിക്കുന്നു, അതിനെ അതിജയിക്കാൻ നിങ്ങളിൽ ഒരാൾക്കും സാധ്യമല്ല, ഒരാൾക്കും അത് സാധ്യമല്ല. വളരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ആളുകൾ പള്ളിക്കാട്ടിൽ നമ്മൾ കൊണ്ടുപോയാക്കി. ഞാൻ ജീവിതത്തിൽ ഒരുപാട് ശ്മശാനത്തിൽ നമ്മൾ പോയി നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരുടെ മയ്യത്ത് കബറടക്കിയിട്ട് എല്ലാവരും പോരുന്നതാണ്. ആ മയ്യത്താകുന്നതിന് മുമ്പ് ഹോസ്പിറ്റലിലെ ICUവിൽ കഴിഞ്ഞ 3 മാസമായ മനുഷ്യൻ ICUയുടെ മുമ്പിലിരിക്കുകയാണ്. ആരാ അവിടെ ഉള്ളത്? ഉമ്മയാണ്, ഉപ്പയാണ്, ആക്സിഡന്റ് പറ്റിയ മോനാണ്. ജീവിക്കുമോ മരിക്കുമോ എനിക്കറിഞ്ഞുകൂടാ. ആരും ICUയുടെ മുമ്പിലാണെങ്കിൽ പോലും ഒരു ആക്സസും അങ്ങോട്ടില്ലെങ്കിൽ പോലും ആ മയ്യത്താകുന്നതിന് മുമ്പുള്ള എത്ര ഭയാനകരമായ രോഗമാണെങ്കിലും അവിടെ നമ്മൾ കാവലിരിക്കുന്നുണ്ട്. പക്ഷെ മരിച്ചു കഴിഞ്ഞാലോ പള്ളിക്കാട്ട് കൊണ്ടുപോയി അവിടെ ദിക്റുകൾ ചൊല്ലി ദുആകൾ ചൊല്ലി ആ മയ്യത്തിനോട് വിട പറഞ്ഞു പോരുകയല്ലാതെ ഒരു മകനും ബാപ്പാന്റെ മയ്യത്തിന് കൂട്ടിരിക്കില്ല, ഒരു ഭാര്യയും ഭർത്താവിൻ്റെ മയ്യത്തിന് കൂട്ടിരിക്കില്ല. അങ്ങനത്തെ ഒരു ലോകമാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസ്വാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഹിൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീഹി വുജൂഹു യൗമഇദിൻ മുസ്ഫിറാ ലാഹികതും മുസ്തബ്ശിറാ. ബാപ്പ കൂട്ടിനില്ലാതെ മകൻ, കൂട്ടുകാരൻ കൂട്ടിനില്ലാതെ ചങ്ങാതി, ഭാര്യ കൂട്ടിനില്ലാതെ ഭർത്താവ്, മക്കൾ കൂട്ടിനില്ലാതെ ഭർത്താവ്. യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമഇദിൻ ബിബനീഹി വസ്വാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതി തുഗ്വീം വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുംജി. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിലെ 74 വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മആരിജിലെ 7 മുതൽ 16 വരെ ഉള്ള വാചകമാണ്. ഇന്നഹും യറൗനഹു ബഗീദാ വനറാഹു ഖരീബാ. നിങ്ങളതിനെ വിദൂരത്തായി കാണുന്നു, നാം അതിനെ സമീപസ്ഥമായി കാണുന്നു. കല്ലാ ഇന്നഹാ ലല്ലാഹ്. അങ്ങനെ വേണ്ട. കല്ലാ ഇന്നഹാ ലല്ലാഹ് നസ്സാഅത്തൽ ലിശ്ശവാ. നരകം ഭയാനകരമാണ്, അതിൻ്റെ ചൂടും ഭയാനകരമാണ്. ഏറ്റവും ഉറപ്പുള്ള മനുഷ്യ ശരീരത്തിലെ അസ്ഥി കപാലം ഉരുകി ഒലിക്കുന്നതാണ്. നോക്കൂ, നബിയുടെ മൂത്താപ്പാക്ക് ഒരു ചെരുപ്പ് ധരിപ്പിക്കപ്പെടുന്നതാണ്, തലയോട്ടി തിളച്ചുമറയുന്നതാണ്. ലാവകൾ തിളച്ചുമറയുന്ന പോലെ ലോസ് ആഞ്ചലൻസിലും കാലിഫോർണിയയിലും പലതും കത്തിച്ചാമ്പലാകുന്ന പോലെ തലച്ചോറ് തിളച്ചുമറയുന്ന നരകത്തിൻ്റെ അഗ്നിയാണത്. നോക്കൂ, അല്ല പറയുകയാണ്, ഇന്നഹാ തർമീ ബിശർറിൻ കൽകസർ കഅന്നഹു ജിമാലത്തുൻ സുഫർ. കൊട്ടാര സമാനമായ തീപ്പൊരി, വലിയ കൊട്ടാര സമാനമായ തീപ്പൊരി. ഏതുപോലെ? അമേരിക്കയിലെ 238 കോടിയുടെ ഒരു കൊട്ടാരം കത്തുമ്പോൾ ഞാൻ ഓർത്തത് ഈ വാചകമാണ്. കൊട്ടാര സമാനമായ തീപ്പൊരി 70 കൊല്ലങ്ങൾക്ക് മുമ്പ് പുറപ്പെട്ട ഒരു കല്ല് 70 കൊല്ലത്തിന് ശേഷമാണ് നരകത്തിൻ്റെ അടിത്തട്ടിൽ. അതിൻ്റെ വ്യാപ്തി എത്രയേ, അതിൻ്റെ വ്യാസം എത്രയേ, അളക്കാനാവില്ല. വലക്കത് ദറഹ്നാലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഗ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. ജിന്ന് വർഗത്തിലും ഇൻസ് വർഗത്തിലും പെട്ട ഭൂരിപക്ഷത്തെ കൊണ്ട് നരകം നിറക്കുന്നതാണ്. ചിന്തിക്കാനുള്ള കൽബ് നൽകിയല്ലോ, കാണാനുള്ള കണ്ണ് നൽകിയല്ലോ, കേട്ട് ഗ്രഹിക്കാനുള്ള കാതും നൽകിയല്ലോ, അതുപയോഗിച്ചില്ലല്ലോ. ഉലൈക കൽഅൻആമി ബൽ ഹും അദൽ. അവർ മൃഗങ്ങളെപ്പോലെയാണ്, അല്ല അതിനേക്കാൾ താഴെയാണ്. ആ അവസ്ഥ നമുക്ക് വരാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം. വിശ്വാസികളുടെ ജീവിതം ഒന്ന് വേറെയാണ്. അദ്ദുന്യാ സിജ്നുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ. ഒരു മുഅ്മിന് ദുനിയാവ് ജയിൽ പോലെയാണ്. ഒരു കാഫിറിനെ എവിടെയും അവന് സ്വർഗം പോലെ വിലക്കുകളില്ല. എവിടെയും പോകാം, എന്തും തിന്നാം, എന്തുമാകാം. വിശ്വാസിക്ക് ഒരു ബൗണ്ടറിയുണ്ട്. തിൽക ഹുദൂദുല്ലാഹ്. അല്ല വെച്ച അതിർവരമ്പുകളാണ്, അതിനെ നിങ്ങൾ ലംഘിക്കരുതേ. അല്ല വെച്ച അതിർവരമ്പുകളിലോട്ട് നോക്കേണ്ട ഇടം വരെ നോക്കുകയും തിരിച്ച് കണ്ണ് മടക്കുകയും ചെയ്യുന്നവൾ ആരാണോ അവൾക്ക് ഈമാനുണ്ട്, ആരാണോ അവൻ ഈമാനുണ്ട്.
കാതുകളും കണ്ണുകളും കൈകളും വിലങ്ങ് വെക്കപ്പെടുന്ന ഒരു ലോകം. അന്ന് നാവ് ചലിക്കുകയില്ല, വായക്ക് സീല് വെക്കപ്പെടും. ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ വഖാല സവാബാ. അന്നൊരാളും മിണ്ടുകയില്ല, സത്യം പറഞ്ഞവരും അല്ലാഹ് വാദം കൊടുത്തവരും അവരിൽ നമ്മൾ ഉണ്ടാകുമോ? നമുക്കറിഞ്ഞുകൂടാ. എങ്ങനെയായിരിക്കും നമ്മുടെ മരണം? അത് മോശമായ മരണമാണോ, നന്മ നിറഞ്ഞതാണോ? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. 89-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള. സമാധാനം അടഞ്ഞുകൊണ്ട് പോവോ? ആളുകൾക്ക് മതം ഒരു തമാശയാണ്, കേവലം ഒരു നേരം പോക്കാണ്. ഞാനിങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഓരോ വാർത്തകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ആലോചിക്കുകയാണ്. നമ്മൾ ഇന്ന സ്ഥലത്ത് ഒരാൾ മരിച്ചു, ഇന്ന സ്ഥലത്ത്. ഇപ്പോൾ ഞങ്ങളുടെ പള്ളിയുടെ സെക്രട്ടറി കസേലമെന്ന് കളിച്ചുകൊണ്ടിരിക്കവേ കസേലയിൽ വന്ന് വിശ്രമിക്കാനിരുന്നിട്ട് അവിടുന്ന് മരിച്ചു വീണു. ഞങ്ങളുടെ പള്ളി, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത പള്ളിയിൽ. അതിൻ്റെ വൈസ് പ്രസിഡന്റ് കഴിഞ്ഞ 4 ആഴ്ച മുമ്പ് ഇതുപോലെ കുഴഞ്ഞു വീണു കളിച്ചു കഴിഞ്ഞപ്പോൾ. അത്ഭുതമാണ്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ ഭാര്യ ഇതുപോലെ കുഴഞ്ഞു വീണു മരിച്ചു. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ബഷീർ കഴിഞ്ഞ ആഴ്ച മരിച്ചു. പെട്ടെന്നുള്ള മരണം. കഴിഞ്ഞ 4 ആഴ്ചയായിട്ട് തളർന്നു കിടന്നിട്ട് ഇന്ന് വരെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലും ചലിച്ചിട്ടില്ല അബ്ദുൽ മജീദ് സാഹിബിന്, ഞങ്ങളുടെ പള്ളിയുടെ വൈസ് പ്രസിഡന്റാണ്. ഒരേ കിടത്തമാണ് മൈത്രയിൽ, അവിടെ നിന്ന് ഇപ്പോൾ ശാന്തിയിലേക്ക് മാറ്റി. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, അതുപോലെ വീണ് മരിക്കാനാണ് അള്ളാഹിൻ്റെ വിധിയെങ്കിൽ, അത് നാളെയാണെങ്കിൽ എൻ്റെ ഒരു അവസ്ഥകൾ ആലോചിച്ച് നോക്കും. എത്ര മക്കൾ അനാഥരാക്കിക്കൊണ്ടായിരിക്കും ഞാൻ കടന്നു പോവുക. ചിന്തിച്ചിട്ടുണ്ട്? ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നാളെ അള്ളാഹു നിശ്ചയിച്ച് മരിച്ചിട്ട് എൻ്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഞങ്ങളൊക്കെ വരുന്നൊരു രംഗം ആലോചിച്ച് നോക്കേ. പെട്ടെന്ന് ഫോർവേഡ് ചെയ്യപ്പെടുന്ന വാർത്ത കേട്ടിട്ട് എനിക്ക് ഉറപ്പുണ്ട് ആയിരക്കണക്കിന് വഹീദുകൾ അവിടെ വരില്ലേ? വരും. പക്ഷേ ഭാര്യമാരെ നിങ്ങൾ ആലോചിച്ചു നോക്ക്. വിധവകളാക്കിക്കൊണ്ട്, മക്കളെ അനാഥരാക്കിക്കൊണ്ട്, മകനില്ലാത്ത ദുഃഖം ബാപ്പാക്ക് സമ്മാനിച്ചുകൊണ്ട്, പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് താങ്ങാനാകാത്ത വേർപാടായി ഈ ലോകത്ത് നിന്ന് വിട പറയാൻ അല്ലാഹ് നാളെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ എത്ര മണിക്കൂറാ ബാക്കി? എന്ത് സ്വത്തുണ്ടായിട്ടെന്താ? എല്ലാം വിട്ട് ആധാരം എവിടെയാണെന്ന് പോലും പറയാതെ ആർക്കൊക്കെ കൊടുക്കാനുണ്ട്, ആർക്കൊക്കെ ആരിൽ നിന്നൊക്കെ കിട്ടാനുണ്ട് എന്ന് പോലും പറയാതെ, വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. ഏത് ഭൂമിയിൽ വെച്ച് നിങ്ങൾ മരിക്കും, നാളെ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് പറയാനാവില്ല. സൂറത്തുൽ ലുഖ്മാൻ 31-ാം അധ്യായം 34. ഇത് വരാനിരിക്കുന്നു എന്ന ഉത്തമമായ ബോധ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയുകയാണ്. അറിഞ്ഞുകൂടെ നമുക്ക്? അല്ലാഹ് ചോദിക്കുന്നുണ്ട്, നാളെ എന്താണെന്നറിയാത്ത നിങ്ങൾക്ക്. റസൂലിൻ്റെ വചനത്തിൽ കാണാം, ഒരു ദിവസം ഇങ്ങനെ പറക്കുകയാണ്. സുബഹി നിസ്കാരം കഴിയും. ആ സുബഹിക്ക് എഴുന്നേൽക്കുമ്പോൾ ആ ദിവസം നമ്മളോട് പറയും, മലക്കുകൾ നമ്മളോട് പറയും, ആദമിൻ്റെ പുത്ര, ഞാനിന്നൊരു പുതിയ ദിവസമാണ്, ഈ ശനിയാഴ്ച ഒരു പുതിയ ദിവസമാണ്, എനിക്ക് റിട്ടേൺ ഇല്ലട്ടോ, നീ എന്നെ മാക്സിമം ഉപയോഗപ്പെടുത്തണം. 24 മണിക്കൂറിലെ ഓരോ മൈക്രോ സെക്കൻഡും, ഓരോ മണിക്കൂറും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണത്തോടുള്ള അടുക്കലാണ്. 2024 വിട പറയുമ്പോ ഡിസംബർ 31 റോട്ടിലിറങ്ങി അടിച്ചു പൊളിച്ച് കള്ളു കുടിച്ച് 2 വീലറിൽ ചെത്തി നടന്ന് പെണ്ണിനെ കൊണ്ടുപോയി വ്യഭിചരിച്ച് ജീവിക്കുന്നവനെ, നീ മരണത്തിലേക്കടുത്ത ഒരു ദിവസമാണ് വരുന്നത്. 2025 ജനുവരി 1 എന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിലെ ഒരു പുതിയ ദിവസമാണ്. ഈ ജനുവരി 18 എന്ന് പറയുന്നത് ജീവിതത്തിലെ ഒരു പുതിയ ദിവസമാണ്. ഒരു ജനുവരി 18 കച്ചവടം തുടങ്ങിയ ആളാണ് ഞാൻ. ഒരു ജനുവരി 18 ഈ ജനുവരി 18 എനിക്ക് എന്തൊക്കെ ഓർമ്മകളുണ്ട്. ചരിത്രപരമായ ധാരാളം ഓർമ്മകൾ മനസ്സിൽ കടന്നു പോകുമ്പോൾ 2026 ഒരു ജനുവരി 18 എനിക്ക് എൻ്റെ റബ്ബ് കരുതി വെച്ചിട്ടുണ്ടോ? അവൻ്റെ ഖജനാവിലുണ്ടോ? എൻ്റെ ആയുസ്സിലുണ്ടോ? അവൻ ഖളാ ചെയ്തിട്ടുണ്ടോ? നമുക്കറിഞ്ഞുകൂടാ, നമുക്കൊരാൾക്കും അറിഞ്ഞുകൂടാ. എന്നിട്ടും അഹങ്കരിക്കുന്നു, എന്നിട്ടും പിടിവാശി വെക്കുന്നു, എന്നിട്ടും നമ്മൾ പിണങ്ങി നടക്കുന്നു, എന്നിട്ടും നമ്മളുടെ മനസ്സിൽ വൈരമുണ്ട്, ശത്രുതയുണ്ട്, പൊറുക്കാനും മറക്കാനും കഴിയുന്നില്ല. നാം ഏറ്റവും വെറുപ്പുള്ള ഒരാൾ, നമ്മൾ തെറ്റി നിൽക്കുന്ന ഒരാൾ, ഇന്നലെ വരെ സൗഹൃദത്തിൽ കഴിഞ്ഞ ഒരാൾ
പെട്ടെന്ന് മരിച്ചു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഓടിപ്പോകും. 2 വീലറിൽ നമുക്ക് കരച്ചിൽ വരും. ഇന്നലെ വരെ കണ്ടിട്ട് സലാം പറഞ്ഞില്ലല്ലോ, ഇന്നലെ വരെ മിണ്ടിയില്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, അവനോടൊന്ന് മാപ്പ് പറയാമായിരുന്നു. പലരും എന്നോട് സൂചിപ്പിച്ചിരുന്നു, പക്ഷേ ഞാൻ ചെയ്തില്ലല്ലോ എന്ന ബോധം നമ്മെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്നതാണ്. ഒരു ഭാര്യയും ഭർത്താവും എൻ്റെ വീട്ടിൽ വന്നു. വർഷങ്ങൾക്ക് മുമ്പാണ്. അത്തോളിക്കാരായിരുന്നു. 2 പേരും തെറ്റിപ്പിരിഞ്ഞവരായിരുന്നു. 2 പേരും എൻ്റെ മുമ്പിൽ വന്നിരുന്നു. 2 മാസമായി അവർ പരസ്പരം മിണ്ടിയിട്ടേ ഇല്ല. ഭാര്യ ഭക്ഷണം കൊടുത്തിട്ടില്ല, ഭർത്താവ് ഭാര്യയോട് മിണ്ടിയിട്ടില്ല. എത്രയോ വർഷം ഭാര്യ ഭർത്താക്കന്മാരായി, മക്കളും പേരമക്കളുമായി, എന്നിട്ടും മിണ്ടാതെ നിന്നവർ 2 പേരും എൻ്റെ വീട്ടിൽ വന്നു. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു. അത് അവസാനം അവർ നടന്ന് എൻ്റെ നടയിലെത്തിയപ്പോൾ ഞാൻ മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം അവരെ 2 പേരെയും ഞാൻ ഒന്ന് നിൽക്കണേ, ഒന്നുകൂടെ എൻ്റെ അടുത്ത് വരണേ. അങ്ങനെ അവർ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ അവരോടൊരു ചോദ്യം ചോദിച്ചു. ഇപ്പം ഇണങ്ങിയിട്ടാണ് പോകുന്നത്, പിണക്കം മാറിയിരിക്കുന്നു, നിങ്ങൾ പരസ്പരം കൈകൊടുത്തിരിക്കുന്നു, നിങ്ങൾ കെട്ടിപ്പിടിച്ചിരിക്കുന്നു, നിങ്ങൾ കരഞ്ഞിരിക്കുന്നു, വലിയ സന്തോഷത്തിൽ നിങ്ങൾ പിരിഞ്ഞു പോവുകയാണ്. അല്ലാഹ് നിങ്ങളോട് കാരുണ്യം കാണിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, നിങ്ങളെങ്ങാനും ഇന്നലെ മരിച്ചിരുന്നെങ്കിൽ, ഭാര്യയാണ് മരിച്ചതെങ്കിൽ ഭർത്താവ് എത്ര കൊല്ലമാ ദുഃഖമായി കഴിഞ്ഞുകൂടും. ഭർത്താവ് മരിച്ചിരുന്നെങ്കിൽ ഭാര്യയുടെ മനസ്സിൽ എത്ര ദുഃഖമുണ്ടാകും. അതുകൊണ്ട് റബ്ബ് നിങ്ങളോട് കനിഞ്ഞതാണ്. 3 ദിവസത്തിലധികം മിണ്ടാതെ നടക്കരുതെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ഒരു പ്രാവശ്യം തലതടവണമെന്ന് പറഞ്ഞപ്പോൾ അത് കണിശത പാലിച്ച നാം, അള്ളാഹുവിൻ്റെ റസൂല് നരിയാണിയുടെ താഴെ തുണി പോകല്ലേ എന്ന് പറഞ്ഞപ്പോൾ അത് പാലിച്ച നാം, അള്ളാഹുവിൻ്റെ റസൂല് മീശ വെട്ടാൻ പറഞ്ഞപ്പോൾ മീശ വെട്ടിയ നാം, അള്ളാഹുവിൻ്റെ റസൂല് നിസ്കാരം ഖളാകരുത് എന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്യുന്ന നാം, 3 ദിവസത്തിലധികം മിണ്ടാതിരിക്കരുതേ എന്ന് മുത്തുനബി പറഞ്ഞത് എന്തുകൊണ്ട് നമ്മൾ പ്രാവർത്തികമാക്കുന്നില്ല? ഒരു സൗഹൃദവും തകരുന്നത് നല്ലതല്ല. അല്ലാഹ് പറയുന്നു, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ നമ്മോട് അല്ലാഹ് പറയുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റുഹമാഹു ബൈനഹും. വിശ്വാസികൾ, തൗഹീദുള്ളവർ, ഈമാനുള്ളവർ, ഷഹാദത്ത് കലിമ ചൊല്ലിയ ഈമാനുള്ളവർ, അവർ പരസ്പരം സ്നേഹത്തിലാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ ഫഅസ്ലിഹു ബൈന അഖ്വൈക്കും. അവരെ ഒന്നിപ്പിച്ച് നിർത്തണം. സൂറത്ത് മുഹമ്മദ്, സൂറത്ത് ഫതഹ്, അതിലൊക്കെ അല്ലാഹ് പറയുന്നത് നിങ്ങൾ ഇങ്ങനെയായി തീരണമെന്നാണ്. 29-ാമത്തെ വചനത്തിലാണ്, 49-ാം അധ്യായം 10-ാമത്തെ വചനത്തിലാണ്. നിങ്ങൾ സൗഹൃദത്തിലാണ്, ഒരു ചീർപ്പിന്റെ പല്ല് പോലെയാണ്. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅ്ദിൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ പിണങ്ങരുതേ. നിങ്ങൾ മിത്രങ്ങളാണ്, നിങ്ങൾ ശത്രുക്കളല്ലേ. നിങ്ങൾ പരസ്പരം നന്മ കൽപ്പിക്കേണ്ടവരാണ്, തിന്മ വിരോധിക്കേണ്ടവരാണ്. ഒരു ചരടിൽ കോർത്ത മുത്തുമണികളെപ്പോലെ ജീവിക്കേണ്ടവരാണ് എന്ന് അല്ലാഹ് പറയുകയാണ്. ആരാണോ പിണക്കം ആദ്യം തീർക്കുന്നത്, ആരാണോ പിണങ്ങിയവനോട് ആദ്യം സലാം പറയുന്നത്, കുറവ് വരില്ല, ദുനിയാവിൽ കുറയില്ല, ആഖിറത്തിൽ കുറയില്ല. അവനാണ് ഉത്തമൻ എന്ന റസൂലിന്റെ വചനം. അഭീഷ്ടമനുസരിച്ച് സംസാരിക്കാത്ത റസൂല് വഹി അനുസരിച്ച് വരുന്നതാണ്. ഭാര്യമാരോട് പിണങ്ങാറുണ്ട്. ആദ്യം സലാം പറഞ്ഞ്, എനിക്ക് നിന്നോട് പിണക്കമില്ല, ഞാനത് പെട്ടെന്ന് തീർക്കുന്നു. കാരണം അബൂബക്കർ സിദ്ദീഖ് മകളുടെ പേരിൽ വ്യഭിചാരാരോപണം പറഞ്ഞ വ്യക്തിക്ക് ഞാൻ ഇനി ഒന്നും കൊടുക്കില്ല എന്ന് തീരുമാനിച്ചപ്പോൾ അല്ലാഹ് സൂറത്ത് നൂറിലൂടെ ഒരൊറ്റ ചോദ്യമാണ്. സൂറത്ത് നൂറിന്റെ 11-ാമത്തെ വചനത്തിൽ ഒരു ചോദ്യം, അല്ല അബൂബക്കറേ, അല്ലാഹ് നിങ്ങൾക്ക് പൊറുത്തു തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അല്ലാഹ് പൊറുത്തു തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് പൊറുക്കാതെ എങ്ങനെ റബ്ബിനെ പൊറുക്കലിനെ പ്രതീക്ഷിക്കും അബൂബക്കറെ? ഉടനെ തന്നെ അബൂബക്കർ സിദ്ദീഖ്, സ്വർഗത്തിന്റെ 8 വാതിലുകളിലൂടെ വിളിക്കപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് ഓടിച്ചെന്നിട്ട്, ഞാൻ എന്തൊക്കെ നിനക്ക് ചെയ്തോ അതും അതിൽ കൂടുതൽ ഞാൻ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, എൻ്റെ റബ്ബെനിക്ക് പുറത്തു തരാൻ. അതുകൊണ്ടാണ് സലാമുൻ അലൈക്കും ബിമാ സബർത്തും. അബൂബക്കറെ, സൂറത്ത് റഅദാണ്. സൂറത്ത് റഅദ് 13-ാം അധ്യായം 22 മുതലുള്ള വാചകമാണ്.
അവിടെ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. അബൂബക്കർ സിദ്ദീഖ് കുടുംബസമേതം സ്വർഗത്തിന്റെ 8 വാതിലുകളിലൂടെ യദ്ഖുലൂന അലൈഹാ മിൻ കുല്ലി ബാബ്. സകല തഫ്സീറുകളിലും ഈ കാര്യം പറയുന്നുണ്ട്. നമുക്ക് സ്വർഗമാണ് വേണ്ടത്. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തുൻ അർളുഹാ അസ്സമാവാതു വൽ അർദ് വഇദ്ദത്തു ലിൽ മുത്തഖീൻ. സൂറത്ത് ആൽ ഇംറാൻ 3-ാം അധ്യായം 133-ാമത്തെ വചനം. അവിടെ പറയുന്നത് എന്താണ്? ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു കാതും കേട്ടിട്ടില്ലാത്തതും ഒരു നെഞ്ചകവും ഭാവനം ചെയ്തിട്ടില്ലാത്ത ആ സ്വർഗം. കള്ളം പറയാത്ത റസൂല് രാത്രി ഇങ്ങനെ തട്ടിപ്പടഞ്ഞെഴുന്നേറ്റ് ഉറക്കിന്റെ അടയാളം മുഖത്ത് നിന്ന് തടവിയിട്ട് ആയിഷ ബീവിയെ നോക്കിയിട്ട് ആത്മഗതം ചെയ്ത പോലെ ഇങ്ങനെ പറയുമായിരുന്നത്രേ. ആയിഷ, അന്നാറു ഹഖ്കുൻ അൽ ജന്നത്തു ഹഖ്കുൻ. നരകം സത്യമാണ് ആയിഷ, സ്വർഗവും സത്യമാണ്. തമാശയല്ല ആയിഷ. കണ്ണ് ചുമ്മിയിട്ട് കബറിലെത്തിയാൽ നരകത്തിന്റെ അനുഭവങ്ങളായി, കണ്ണ് ചുമ്മി നരകത്തിൽ കബറിലെത്തിയാൽ സ്വർഗത്തിന്റെ അനുഭൂതികളായി അത് മരിക്കുമ്പോൾ തന്നെ കിട്ടും. തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. നോക്കൂ നിങ്ങൾ, ഖുർആന്റെ 30-ാം അധ്യായം സൂറത്ത് റൂമിലെ 30-ാമത്തെ വചനം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. നോക്കൂ, വബിശ്റൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ. സ്വർഗത്തിന്റെ വാതിലുകളിലും ഖബറിലും മരണവേളയിലും ഉയർത്തെഴുന്നേൽപ്പിലും മലക്കുകൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. ബഷീറേ ബേജാറാകണ്ട, സുബൈറേ ദുഃഖിക്കേണ്ട, അബൂബക്കറേ ദുഃഖിക്കേണ്ട. എല്ലാവരെയും വിളിച്ചുകൊണ്ട് പറയുമത്രേ, വിഷമിക്കല്ലേ, ദുഃഖിക്കല്ലേ, നിരാശപ്പെടല്ലേ. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ തൃപ്തി നേടി ജീവിച്ച മനുഷ്യനാണ്. എന്തൊരത്ഭുതമാണ്. സൂറത്ത് റഅദിലെ 22 മുതൽ 26 വരെയുള്ള വചനം മനസ്സിരുത്തി വായിക്കണേ. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? ഫമൻ സുഹ്സിയാനിന്നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 185-ാമത്തെ വചനം. ആര് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടുവോ, ആര് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടുവോ, അവൻ വിജയിച്ചു, അവൾ വിജയിച്ചു. നോക്കൂ നിങ്ങൾ, ഭാര്യ കൂട്ടിനില്ലാതെ ജീവിക്കാത്ത മനുഷ്യർ നാളെ ഭാര്യ നരകത്തിലേക്ക്. ഒന്ന് ചിന്തിച്ചു നോക്ക്. 950 വർഷം ദേവത്ത് നടത്തിയ ആ മഹാനായ നൂഹ് നബി ഏതൊരു സ്ത്രീ നിഷേധിച്ചുവോ ആ സ്ത്രീയിലാണ് ഒരു കുട്ടിയുണ്ടായത്. അതിൻ്റെ അർത്ഥം അവർ കിടപ്പറ പങ്കുവെച്ചിരുന്നു, അവർ പരസ്പരം ചുംബിച്ചിരുന്നു, അവർ കെട്ടിപ്പിടിച്ചിരുന്നു, അവർ ആലിംഗനം ചെയ്തിരുന്നു, അവർ ലൈംഗികമായ ആനന്ദം കണ്ടെത്തിയിരുന്നു. എന്നിട്ടും ആ ഭാര്യ നരകത്തിലേക്ക് പോകുന്നത് ദുഃഖത്തോടെ കാണേണ്ട നൂഹ് നബി ബാപ്പയുടെ സംരക്ഷണത്തിൽ കഴിഞ്ഞ് ജീവിച്ച് 16-ാമത്തെ വയസ്സിൽ അർജുമന്നക വഹ്ജുർനി മലിയാ, നിന്നെ ഞാൻ കല്ലെറിഞ്ഞു കൊല്ലുമെന്ന് ഇബ്രാഹിം നബിയോട് ബാപ്പ ആസർ പറയുന്നുണ്ട്. ആ ആസറും പരലോകത്ത് വരുന്നു. അല്ലാ തസ്റു വാസിറത്തും വിസ്റ ഉഖ്റാ വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ. അതിൻ്റെ അർത്ഥം ഒരാളുടെ പാപഭാരവും ഒരാൾ ചുമക്കുകയില്ല. ഓരോരുത്തരും എന്താണോ ചെയ്തത് അതുമായിട്ടാണ് അവൻ ഖബറിലെത്തുന്നത്. എന്നിട്ട് റസൂൽ പറഞ്ഞു, യത്ബഉൽ മയ്യത്ത്, മയ്യത്തിനെ 3 കാര്യങ്ങൾ പിന്തുടരും. അഹ്ലുഹു വമാലുഹു വഅമലുഹു ഫയർജി ഇസ്നാനി, 2 എണ്ണം മടങ്ങിപ്പോരും. വയബ്കാ വാഹിദൻ വയബ്കാ അമലുഹു, ബാക്കിയാകുന്നത് 1 മാത്രമാണ്. മകള് പോരും, അതേ, എല്ലാവരും തിരിച്ചു പോരും, എല്ലാവരും മടങ്ങിപ്പോരും. 1 മാത്രം ബാക്കിയാകും. സദക്ക ചെയ്തത്, ദാനധർമ്മം ചെയ്തത്, ഇൽമു പകർന്നത്, മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചത്, അഥവാ അവർ തസ്കിയത്തുള്ളവരായത്, അവർ സ്വാലിഹീങ്ങളായത്. അപ്പം നമ്മുടെ ഖബറിൽ നമ്മളോടൊപ്പം അമല് മാത്രം ബാക്കിയാകും. അപ്പം നമ്മൾ എന്തിനാ ജീവിക്കണത്? സ്വർഗത്ത് പോകാനാണ്. ആദം നബി സ്വർഗത്തിലായിരുന്നു, അങ്ങോട്ട് മടങ്ങിപ്പോകേണ്ടവരാണ്. ആ സ്വർഗത്തിലെത്തണമോ? ഇന്നലിൽ മുത്തഖീന മഫാസാ ഹദായിക വഅനാബാ വകവായിബാ തുറാബാ വകൽസൻ ദിഹാഖാ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിസാബാ.
ആ സ്വർഗത്തിൽ എന്തൊരു സന്തോഷമാണ്. കുത്തുവാക്കില്ല, മുഷിപ്പുകളില്ല, മത്സരങ്ങളില്ല, പകയില്ല. അത് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയാം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, ഒരിക്കലും നമ്മുടെ വ്യക്തിബന്ധങ്ങൾ മുറിയുന്നതോ അത് ഭയാനകരമായി കാണണം. കാരണം കന്തറ എന്ന് പറയുന്ന സ്വർഗത്തിലെ പരലോകത്തിലെ ഒരു പാലം കടക്കാനുണ്ട്. സിറാത്ത് എന്ന പാലം കടക്കും വിശ്വാസികൾ. പക്ഷേ ഒരു പാലത്തിൽ വേറെ തടുത്തു നിർത്തപ്പെടുന്നതാണ്. അവരൊരേ പ്രസ്ഥാനത്തിൽ ജീവിച്ചവരാണ്, അവരൊരേ ആദർശത്തിന് വേണ്ടി ജീവിച്ചവരാണ്, അവരൊന്നിച്ച് സഫിൽ നിന്നവരാണ്, അവരൊന്നിച്ച് നോമ്പ് നോറ്റവരാണ്, അവരൊന്നിച്ച് നോമ്പ് മുറിച്ചവരാണ്. പക്ഷേ അവിടെ തടുത്തു നിർത്തും. എന്നിട്ട് ചോദിക്കും, മുജാഹിദേ, നിനക്ക് ഇന്നാളോട് നിന്റെ പാർട്ടിയിൽപ്പെട്ടവനോട്, നിന്റെ പ്രസ്ഥാനത്തിൽപ്പെട്ടവനോട്, നിന്റെ തൊട്ടുപുറത്ത് നിസ്കരിച്ചവനോട് പക വെച്ചുകൊണ്ടല്ലേ നീ മരിച്ചത്? അത് തീർക്കാതെ, ആ പക ഇവിടുന്ന് തീർക്കാതെ സ്വർഗത്ത് പോകാൻ കഴിയില്ല. കള്ളം പറയാത്ത റസൂലാ പറയണത്. ഒരു മിനിറ്റ് കാത്തു നിൽക്കാതെ ബാപ്പയുമായി തെറ്റിയവരുണ്ടോ, ഉമ്മയുമായി തെറ്റിയവരുണ്ടോ? റമദാനിന്റെ പടിവാതുക്കലാണ് നമ്മൾ നിൽക്കുന്നത്. റമദാനിന്റെ പടിവാതുക്കൽ നിൽക്കുമ്പോഴും പരസ്പരം തെറ്റിയവരെ, നിങ്ങൾ പട്ടിണി കിടന്നിട്ട് കാര്യമില്ല, നിങ്ങൾ നോമ്പ് നോറ്റിട്ട് കാര്യമില്ല എന്ന് മുത്തുനബി നമ്മളെ പഠിപ്പിക്കുകയാണ്. നമുക്ക് ദീനാണ് വലുത്, നമുക്ക് പരലോകമാണ് വലുത്, നമുക്ക് നമ്മുടെ അഭിമാനത്തെക്കാൾ വലുതാണ്. എല്ലാം കീഴൊതുങ്ങലാണ് വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലുത്. അബൂബക്കറേ, എന്നോട് മാപ്പാക്കണേ, ഞാൻ നിന്നോട് ചീത്ത പറഞ്ഞു പോയ അബൂബക്കറേ, തത്തുല്യമായ ഒരു ചീത്ത എന്നെ പറയൂ അബൂബക്കറേ എന്ന് പറഞ്ഞ് ഉമർ ഇബ്നു ഖത്താബ് പിന്നാലെ കൂടുകയാണ്. അബൂബക്കറേ, ഞാൻ ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ്, ഞാൻ നിങ്ങളോടത് പറഞ്ഞു പോയി അബൂബക്കറേ, നിർബന്ധമായും ആ ചീത്ത എന്നെ തിരിച്ചു വിളിക്കൂ അബൂബക്കറേ. അങ്ങനെ ഈ പരാതി റസൂലുള്ളാഹിന്റെ അടുത്തെത്തി. റസൂലുള്ളാഹിന്റെ അടുത്തെത്തിയപ്പോൾ അബൂബക്കർ സിദ്ദീഖിനോട് റസൂൽ പറയാണ്, അയാൾ ഇങ്ങോട്ട് ഉപയോഗിച്ച അതേ പദം നീ അങ്ങോട്ട് ഉപയോഗിക്കാനല്ലേ പറയുന്നത്? അത് ഒരിക്കലും നമുക്ക് പാടില്ലാത്തതാണ്. മറിച്ച് അബൂബക്കറേ, ഇങ്ങനെ പറ അബൂബക്കറേ, ഉമറേ, അല്ല നിനക്ക് പൊറുത്തു തരട്ടെ ഉമറേ, അല്ല നമ്മുടെ രണ്ടുപേരെയും സ്വർഗത്തിലാക്കട്ടെ ഉമറേ എന്ന് പറ അബൂബക്കറേ. അതാണ് നമ്മുടെ മാതൃക. നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ്, നമ്മൾ ഇസ്ലാം പഠിച്ചവരാണ്, അതനുസരിച്ച് ജീവിക്കേണ്ടവരാണ്. നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞത് ഗൗരവമായി ഉൾക്കൊണ്ടോളി. നാളെ അല്ലാഹ് മരണം നിശ്ചയിച്ചിട്ടുണ്ടോ? അറിഞ്ഞുകൂടെ സുഹൃത്തുക്കളെ. അതുകൊണ്ട് എല്ലാം തർത്തീബാക്കി വെക്കണം. സമ്പത്തിൻ്റെ കാര്യം തർത്തീബാക്കണം, പലിശയിൽ നിന്ന് മുക്തമാകണം, സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ കൊടുക്കണം, ജീവിതത്തിൽ മക്കളെ പഠിപ്പിക്കാത്ത ദീനുണ്ടെങ്കിൽ അത് പഠിപ്പിക്കണം, അവർക്ക് ഷെറുണ്ടെങ്കിൽ അത് തിരുത്തണം. സൂറത്ത് സഫിൽ 61-ാമത്തെ അധ്യായമാണ് സൂറത്ത് സഫ്. ഇനി പറയുന്നത് വളരെ ഓരോ വ്യക്തികളും നമ്മൾ എവിടെ യാത്ര പോവുകയാണെങ്കിലും എന്താണെങ്കിലും, ഞാൻ കഴിഞ്ഞ എനിക്ക് കുറച്ച് അസുഖങ്ങളൊക്കെ ഉള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ ഞാൻ ഒറ്റക്ക് ഒരു ചെറിയ യാത്ര പോകും, എനിക്ക് ഷുഗറൊക്കെ പറ്റ ഡൗണായിട്ട് ഞാനിങ്ങനെ സ്റ്റെയറിംഗ് ഇങ്ങനെ പിടുത്തം വിട്ട് ഇങ്ങനെ പെട്ടെന്ന് എൻ്റെ കൈ ഇങ്ങനെ വലത്തെ ഭാഗത്ത് അതിൽ നോക്കിയപ്പോൾ വളരെ ചീഞ്ഞ ഒരു ചോക്ലേറ്റ് ഉണ്ടായില്ല. എനിക്ക് ഷുഗർ കുറഞ്ഞാൽ വെക്കണതാണ്, പക്ഷെ അന്ന് 2 കുട്ടികളെ കണ്ടപ്പോൾ ഞാൻ നല്ല ചോക്ലേറ്റ് എടുത്ത് കുട്ടിയെ കൊടുത്തു. റോട്ടിലിങ്ങനെ പോകുന്ന സമയത്ത് 2 ചെറിയ മക്കളെ കണ്ടപ്പോൾ ചോക്ലേറ്റ് അവരെ മുമ്പേ പതിവുള്ളൊരു കാര്യം ആയതുകൊണ്ട് അതെങ്ങനെ കൊടുത്തു. ഞാനിങ്ങനെ വിചാരിക്കണം, ചോക്ലേറ്റ് എത്തിയാൽ ഇൻഷാല്ലാ മെല്ലെ ഇങ്ങനെ 1.5-3 മണിക്കൂർ കൊണ്ട് ഇങ്ങനെ ശരിയായി വരും. ഞാൻ വിചാരിക്കണം ആ ചോക്ലേറ്റിൻ്റെ കണ്ണിലേ പെട്ടിട്ടില്ല. പക്ഷേ റബ്ബിൻ്റെ ഒരു തീരുമാനം ഉണ്ടല്ലോ, വിശുദ്ധ ഖുർആനിലൂടെ. ഞാനിങ്ങനെ ഇവിടെ നമ്മുടെ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എനിക്കുണ്ടായൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, എന്താ നമ്മുടേത് ഇവിടെ മൊത്തം ഒരു ഖുർആൻ മയമാണ് നമ്മുടെ സ്ഥാപനങ്ങളുടെ എല്ലാം. 28 സെൻറ്റ് ഭൂമി എടുത്തു, ഞങ്ങളും എടുത്തിട്ടുണ്ട് 25 സെൻറ്റ് സ്ഥലം കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ്. പരപ്പനങ്ങാടി പ്രൊജക്റ്റ് ഉണ്ട്, കക്കാട് പ്രൊജക്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് പ്രൊജക്റ്റ് ഉണ്ട്, ദുനിയാവിൽ ഓരോ മണ്ഡലത്തിലും പ്രൊജക്റ്റാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ചോ. നമുക്ക് 28 സെൻറ്റ് സ്ഥലം അല്ലാഹ് തന്നു. അത്ര എടുക്കാൻ കഴിഞ്ഞിട്ടല്ല, കഴിവുണ്ടായിട്ടുമല്ല. പിന്നെ എന്തേ ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, സ്വന്തം മകൾക്ക് ഒരു 10 സെൻറ്റ് ഭൂമി എടുത്തു കൊടുക്കുമ്പോൾ നമ്മൾ പൈസൻ്റെ വലിപ്പം നോക്കാറുണ്ടോ? സാധാരണ 10 സെൻറ്റ് ഭൂമി സാധാരണക്കാരൻ എടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇല്ല, നമ്മൾ ഒരിക്കലും. ആ 10 സെൻറ്റിന് 30 ലക്ഷം ആവും എന്ന് പറഞ്ഞാൽ ആ 30 ലക്ഷം പിരിവിട്ടെടുക്കലാണോ? പിരിവിട്ടെടുക്കലാണോ? അല്ല, നമ്മൾ തന്നെയാണ് അതിന് ആ 30 ലക്ഷം കണ്ടെത്തുന്നത്. ഒറ്റ വ്യക്തി, ബാപ്പ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആ 30 ലക്ഷം ഉണ്ടാക്കുന്നത്. സമ്മതിച്ചോ?
ആ പോയിന്റ് മനസ്സിലവിടെ വെച്ചോളി. ഞാൻ അങ്ങോട്ട് എത്തിയിട്ടില്ല. അടുത്ത വാചകം സൂറത്ത് സഫിൽ. ഇത് ഞാൻ പറയുന്നത് ശരിക്കും മനസ്സിലാക്കുക. വ്യക്തികൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്ന ചില ദുരന്തമുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ബാധ്യത എന്താണ്? ഒരു പക്ഷപാതിത്വമില്ലാതെ അള്ളാഹിൻ്റെ ദീന് പറയാം. മാഷാ അല്ലാഹ്, ഞാൻ എൻ്റെ ജീവിതത്തിലുടനീളം ഒരു പ്രസ്ഥാനത്തിനോട് ഒരു വാക്കും സംസാരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. പ്രസ്ഥാനം നേർരേഖയിൽ ചലിക്കുമ്പോഴൊക്കെ അതിൻ്റെ കൂടെ സംസാരിക്കും. വളയാൻ തുടങ്ങുമ്പോൾ തീർച്ചയായും അത് തിരുത്തിക്കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും. നമ്മുടെയൊക്കെ ലക്ഷ്യം സ്വർഗ. ഈ കപ്പലിൽ കപ്പിത്താൻ മാറിക്കൊണ്ടിരിക്കും. എന്നൊരു കപ്പിത്താൻ ഉണ്ടാവുമോ? ഇല്ല. ഇപ്പം 2 കപ്പിത്താന്മാരുണ്ട്. ഓല് മാറിയാൽ വേറെ 2 ആൾ വരും. ഓലെ കണ്ടിട്ട് നമ്മൾ നിൽക്കണമെങ്കിലോ ഓല് മാറുമ്പോൾ നമ്മൾ മാറുമോ? പ്രസ്ഥാനം മാറുമോ? ഞാൻ ചോദിക്കാം, മാറുമോ? നിങ്ങൾ മാറുമോ? അപ്പോൾ അതെന്നും നിലക്കേണ്ട ഒരു കാര്യമാണ്. എങ്കിൽ നമ്മുടെ ഖബറാണ് നമുക്ക് വലുതെങ്കിൽ നമ്മൾ ശരിക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ? അൻതല്ലദീ വലദതുക ഉമ്മുക ബാഖിയ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ വജ്ഹദ ലിനഫ്സിക അൻ തകൂന ഇദാ ബഖൗ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. കവി പറയുന്നതാണ്. നിങ്ങൾ ഈ അറബി കവിതയുടെ ഒരു മഹാത്മ്യം എന്ന് പറയുന്നത് അതിൻ്റെ വചനങ്ങളിലൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ആശയത്തിൻ്റെ ഗാംഭീര്യം നമുക്ക് അല്ല പറയാം. അൻതല്ലദീ വലദതുക ഉമ്മുക ബാഖിയ, നിന്റെ ഉമ്മ നിന്നെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു തള്ളിയപ്പോ വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ, ഒന്നുമല്ലാത്തവനായിട്ട് 16-ാം അധ്യായം 78. മാതാവിൻ്റെ പൊക്കിൾ കൊടി വിച്ഛേദിച്ച് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുമ്പോ നീ കരയുകയായിരുന്നു. നിന്റെ കരച്ചിൽ ആനന്ദമായിരുന്നോ? നീ കരഞ്ഞിട്ടില്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ദുഃഖമാണ്. പ്രസവിക്കുമ്പോൾ കുട്ടി കരഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അപകടമാണ്. ആ കുട്ടി ജീവിച്ചിരിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. പ്രസവിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് വരുന്നു. കവി പറയാൻ, മോനെ നീ പ്രസവിക്കുമ്പോൾ നിന്റെ ഉമ്മ പ്രസവിക്കുമ്പോൾ കരഞ്ഞുകൊണ്ടും നിന്റെ കൂടെയുള്ളവർക്ക് സന്തോഷമാണ്. ഉമ്മാനോട് പറയാൻ, കുട്ടി എന്താന്ന് ചോദിക്കും നഴ്സിനോട്, ഡോക്ടറോട്. ആൺകുട്ടിയാണെന്ന് പറയുമ്പോൾ, പെൺകുട്ടിയാണെന്ന് പറയുമ്പോൾ കൊതിയുടെ അടിസ്ഥാനത്തിൽ നമ്മളൊന്ന് ചിരിക്കുന്നുണ്ട്. കവി പറയാണ്, കുട്ടി ജനിക്കുമ്പോൾ കുട്ടി കരയും, നിങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് കവി കുട്ടിനോട് പറയാണ്, മോനെ വജ്ഹദ ലിനഫ്സിക അൻ തകൂന ഇദാ ബഖൗ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. നിനക്ക് അല്ലാഹു മരണം നിശ്ചയിച്ച ദിവസം ചിരിച്ചുകൊണ്ട് നിനക്ക് മരിക്കണോ? നീ ചിരിച്ചുകൊണ്ട് മരിക്കണേ. അന്ന് നീ കരഞ്ഞുകൊണ്ട് വന്നപ്പോൾ ചിരിച്ചവർ നിന്നെ ഓർത്ത് കരയണം. നിന്റെ വേർപാട് അവർക്ക് താങ്ങാനാകാത്തതാവണം. അത്രമേർ മൂല്യവത്താകണം. സൂറത്ത് യാസീനിൽ പറയുന്ന പോലെ ആസാറുണ്ടാകണം. ചൂണ്ടിക്കാണിക്കാൻ ഒരു 10 സെന്റ് അള്ളാന്റെ മാർഗത്തിൽ. ഇപ്പൊ വഖഫ് വിവാദമുണ്ടല്ലോ കേരളത്തിൽ. ഈ വഖഫൊക്കെ പൂർവികർ ദാനം ചെയ്തതാണ്. ഏക്കറക്കണക്കിനാ കൊടുത്തത്. 1 സെന്റ് ഭൂമി പോലും കൊടുക്കാത്ത നാമും ഏക്കറക്കണക്കിന് സ്ഥലം കൊടുത്തവരും പരലോകത്ത് എങ്ങനെയായിരിക്കും? ആലോചിക്കേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ്. അവരൊക്കെ നൽകുന്ന, ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു 10-30 കൊല്ലമായി എനിക്ക് ചിലരെ അറിയാം. അവർ ദാനം ചെയ്തത് അവർക്കല്ലാതെ ലോകത്ത് വേറൊരാൾക്കും അറിയില്ല. പല ദാനങ്ങളും അവരാരോടും പറയാറില്ല. പക്ഷേ ആ നാട്ടുകാർ പറയും, ഇന്നാളാണ് ആ പള്ളിക്ക് പുള്ള് ഫണ്ട് തന്നത്, ഇന്നാളാണ് ആ മദ്രസന് ഫണ്ട് തന്നത്. അങ്ങനെ 100 പോക്കറ്റിൽ നിന്ന് ഒരാളുടെ പേര് ഉയർന്നു വരുന്നു. അതൊരു ഡോക്ടറാണ്. അദ്ദേഹം ഇത് കേൾക്കുന്നില്ലല്ലോ. അല്ലാഹുവേ ദീർഘായുസ് നൽകണേ അല്ലാ. അല്ലാഹുവേ നിന്റെ ദീനിന് എന്ത് സമ്മാനമായി നൽകുന്നുവോ, ഒരു അണുമണി തൂക്കം, അണുതൂക്കം അല്ലാഹുവിന്റെ ദീനിൽ ഒന്നിച്ച് മുന്നേറി നേടുന്നുണ്ടോ അത് പാഴാവുകയില്ല. സൂറത്ത് സഫ് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ ഖുർആനിന് ഓതുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഖുർആൻ ഹൃദയത്തിൽ കയറുക മാത്രമല്ല, അത് ഹൃദയത്തിൽ അമലായി രൂപപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും കൂടി ചെയ്താൽ ഇടതടവില്ലാതെ കൂജയെന്ന് വെള്ളമൊഴുകുന്ന പോലെ ആയത്തിട്ട് വരും. അത് വരുന്ന സമയത്ത് നമുക്ക് അതിനെ തടുക്കാനൊന്നും പറ്റില്ല. അത് അതിനെങ്ങനെ കോർത്ത് ആ വിഷയം ഇങ്ങനായിട്ട് വരും. അപ്പോൾ സമയമെടുത്ത് ഖുർആൻ തന്നെ പരിശുദ്ധ റമദാനാ വരുന്നത്. ഇൻഷാ അല്ലാഹ് 2 ക്ലാസ് ഞാൻ എടുത്തു തരും. ഇൻഷാ അല്ലാഹ് പരിശുദ്ധ റമദാനിൽ 2 ക്ലാസ് തറാവീന് ശേഷം നമ്മുടേതായിരിക്കും ഇൻഷാ അല്ലാഹ്. ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്, മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വരാനെനിക്ക് സന്തോഷമാണ്, ഒരു തൃപ്തിയാണ്. ഒന്ന്, പെട്ടെന്ന് വന്ന് നാട്ടിലോട്ട് മടങ്ങാം. രാത്രിയാകുമ്പോൾ ഇങ്ങോട്ട് വരാൻ കുറച്ച് പ്രയാസമുണ്ടാവും. ഇന്നും മണിക്കൂറെടുത്തിട്ട് അവിടെ എത്തി. സത്യത്തിൽ കോഴിക്കോട് ടൗണിലെത്തിയിട്ട് ഹൈലൈറ്റിൻ്റെ അടുത്ത് എത്തിയിട്ട് ഇവിടെ എത്താൻ 2 മണിക്കൂർ അടുത്ത്.
ആലോചിച്ച് നോക്കണം, നല്ല ബ്ലോക്കാണ്. എത്രയോ റോഡ് വികസിക്കുന്നുണ്ട്, പക്ഷെ അത്രമേൽ വണ്ടികളും സൗകര്യങ്ങളും എല്ലാം വ്യാപകമാണ്. ഏതോ ആവട്ടെ, സൂറത്ത് സഫിൽ നമുക്കൊക്കെ പരിചയമുള്ളൊരു അധ്യായമാണത്. പക്ഷെ എത്ര കണ്ട് സൂറത്ത് സഫ് കൽബിലിരിക്കുന്നുണ്ട്. അൽ ഖുർആനു റബിയ ഖൽബി, എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാകണേ റബ്ബേ ഈ ഖുർആൻ, എൻ്റെ മനസ്സിൻ്റെ രോഗങ്ങൾക്ക് ശിഫയാകണം. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉം വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. നോക്കൂ നിങ്ങൾ, എന്തൊരാനന്ദമാണ് നമ്മുടെ കുട്ടികളുടെ ഹിഫ്ള് കേൾക്കുമ്പോൾ. ജാമിയത്തുൽ ഹിന്ദിന്റെ പരിപാടിയിൽ അറബികളോട് തങ്ങൾ ജയിച്ചതിൻ്റെ കടലാസും സർട്ടിഫിക്കറ്റും വാങ്ങുന്നു. ആ ഉമ്മാക്ക് എത്ര സന്തോഷമുണ്ട്, ആ ഉപ്പാക്ക് എത്ര സന്തോഷമുണ്ട്. നാളെ പരലോകത്ത് അവർ കിരീടം അണിയിക്കപ്പെടും. ഡോക്ടർക്ക് കിരീടമില്ല, എഞ്ചിനീയർക്ക് കിരീടമില്ല, ഹാഫിളിന് കിരീടമുണ്ട്, ഹാഫിളിന് പദവികളുണ്ട്. ഇഖ്റഉൽ ഖുർആന വയുദക്കിറുന്നാസ്, ഖുർആൻ ഓതിയിട്ട് നബി ജനങ്ങളെ ഉത്ബുദ്ധരാക്കുകയുണ്ടായി. ഈ ഖുർആനുമായി നമ്മുടെ കുടുംബത്തിന്, മക്കൾക്ക് ശരിക്കും നമ്മളിവിടെ തഹസ്സുസുൽ ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാമിക് സെന്റർ, അതിൻ്റെ ആത്മാവ്, അതിൻ്റെ സോൾ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം വെറുതോതല്ല, അർത്ഥമറിഞ്ഞും പഠിപ്പിച്ചും. അർദുൽ ഖുർആൻ, ഖുർആൻ ലാൻഡ് ഈജിപ്തിലെ, അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അൽഫിത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കേരളത്തിൽ. ഈജിപ്തിലെ 20,000 കുട്ടികൾ അവിടെ പഠിക്കുന്നത്. 6 വയസ്സ് വരെ അവിടെ കുട്ടികൾ പഠിക്കണം. 3 വയസ്സിൽ വന്നിട്ട് 6 വയസ്സ് വരെ. ഈ 3 കൊല്ലം കൊണ്ട് ഖുർആനും ഇംഗ്ലീഷും അറബിയും ഒക്കെ പഠിച്ച് കുട്ടികൾ പോവുകയാണ്, കണക്കടക്കം പഠിച്ചിട്ട് പോവുകയാണ്. അവിടെ ഫ്ലാറ്റ് എടുത്തിട്ടാണ് മാതാപിതാക്കൾ യൂറോപ്പിൽ നിന്ന് വന്ന് ഈജിപ്ത് താമസിക്കുന്നത്. എന്തിന്? ലക്ഷക്കണക്കിന് ശമ്പളമൊക്കെ ഉപേക്ഷിച്ച് അവർ വരുന്നത് മക്കളെ ഹിഫ്ള് ചെയ്യാൻ, അർത്ഥം പഠിക്കാൻ, തഫ്സീർ പഠിക്കാൻ, ലോകത്ത് ഉലമാക്കളാകാൻ, മാനവികതയെ നന്മയിലേക്ക് നയിക്കാൻ. നമ്മളോടല്ലേ നമ്മുടെ കുട്ടികളെ എഞ്ചിനീയറാക്കാൻ, ഡോക്ടറാക്കാൻ, ആർക്കിടെക്റ്റാക്കാൻ, മറ്റേത് ഹൈടെക്, മറ്റേ ടെക്ക്, ബി ടെക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടെക്കുകളിലാണ് നമ്മൾ. അതിനപ്പുറത്ത് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുന്നവനേക്കാൾ ഉത്തമനായി ആരുണ്ട് എന്ന് അള്ളാഹ് ചോദിക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ടുള്ളൊരു സംരംഭം എല്ലാം നമ്മുടെ QHLS ആയിരുന്നാലും, നമ്മുടെ ഈ വിഷയത്തിലെ ഖുർആൻ മനഃപ്പാടമാക്കലായിരുന്നാലും, അർത്ഥസഹിതമുള്ള പഠനമായിരുന്നാലും, അത് ഓരോ സബ്ജക്റ്റ് ബേസ്ഡ് പഠനമായിരുന്നാലും, എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, ഒരു 10-25 സംരംഭങ്ങളാണ് ഈ 28 സെന്റിൽ നമുക്ക് വരാനിരിക്കുന്നത്. അപ്പം നമുക്ക് ഭൂമി പർച്ചേസ് ചെയ്യാം, കച്ചവടം ചെയ്യാം. നമ്മൾ 5 ലക്ഷം ഉറുപ്പ്യ കൊടുത്തു, നമുക്ക് 70 ലക്ഷം ഉറുപ്പ്യ ലാൻഡിന് തന്നെ വേണം. 2.5 ലക്ഷം ഉറുപ്പ്യാണ് നമ്മൾ. 2.5 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു അവസ്ഥയിൽ വലിയ പൈസയൊന്നുമില്ല. അത് സെൻറ്ററിനതൊരു വലിയ പൈസയായിട്ടൊന്നും ആരും കരുതേണ്ടയില്ല. എന്തായിരുന്നാലും ഇവിടുന്ന് ഭയങ്കര ഉള്ളോട്ടൊന്നും അല്ലല്ലോ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമി എന്തിനു വേണ്ടിയാണ്? ഇപ്പം നിങ്ങൾ നോക്ക്, നമ്മുടെ മക്കൾ എന്തിനെങ്കിലും കിട്ടുന്നുണ്ടോ? നമ്മുടെ പെൺകുട്ടികളൊരു മിറ്റടിച്ചു വരാൻ കിട്ടുന്നുണ്ടോ? മുറ്റത്തൊരു പുല്ല് വറയ്ക്കാൻ നമ്മുടെ മക്കളെ കിട്ടുന്നുണ്ടോ? ഉണ്ടോ? മക്കളുടെ യൂണിഫോം അലക്കാൻ അവരെ കിട്ടുന്നുണ്ടോ? ഫുള്ള് കാര്യങ്ങൾ എന്തിന്? അറ്റ്ലീസ്റ്റ് വിളമ്പി വെച്ച ചോറ് ആ കറക്റ്റ് ടൈമിന് തിന്നാൻ മേലെ നിന്ന് നമ്മളെ പെൺകുട്ടികൾ ഇറങ്ങി വരുന്നുണ്ടോ? എല്ലാവരും ചിന്തിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. തമാശയായിട്ട് മതത്തെ കാണരുത്, ഈ മതത്തെ കാണരുത്, തമാശയോടുകൂടി ഈ മതത്തെ സമീപിക്കുകയും അരുത്. ആ അർത്ഥത്തിൽ വളർന്നു വരുന്ന നമ്മുടെ പിഞ്ചു മക്കളുടെ കൽബിൽ ഖുർആൻ ഉണ്ടാകണം, സുന്നത്ത്. നിങ്ങൾ നോക്ക്, ഒരു മുസ്ലിമിന്റെ വീട് പോലും ഹിഫ്ളിന്റെ സെന്റർ ആകണമെന്നാ. സൂറത്ത് അഹ്സാബാണ്. ഞാനിതൊരു സ്ഥലത്ത് ഇങ്ങനൊക്കെ ഉണ്ടല്ലേ ഖുർആനില്? അങ്ങനൊക്കെ ഉണ്ട്, പക്ഷെ ഓതിയിട്ടില്ല. ഓതാത്തല്ല കേട്ടോ, ഓതി കേൾക്കലെല്ലാം ഉണ്ട്. എന്താ അത് പറയണ അറിഞ്ഞുകൂടാ. ഖുർആനിലെ 33-ാം അധ്യായം 34-ാമത്തെ വചന സൂറത്ത് അഹ്സാബിൽ അതിൽ പറയുന്നതെന്നറിയോ? ഒരു മുസ്ലിമിന്റെ വീടിനെ കുറിച്ച് നിന്റെ ഭവനത്തിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും ഹദീസും നീ ഓർക്കുകയാണ്. ഖുർആൻ മാത്രം ഓർക്കുക എന്നാണ് നമുക്ക് ചേകന്നൂരിൻ്റെ കൂടെ പോകാമായിരുന്നു, അല്ലെ നേരത്തെ പറഞ്ഞ കോഴിക്കോട് ആസ്ഥാനമായ ചില സെൻറ്ററുകളുടെ കൂടെ പോകാമായിരുന്നു. ബുഖാരിന്ന് കേൾക്കുമ്പോൾ വെറലി പിടിക്കുന്ന, ഹദീസ് സഹീ എന്നൊക്കെ കേൾക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കുന്ന ആളുകളുണ്ടല്ലോ. എന്തോ അലക്കം വരെ സഹി, നമ്മളെ ബുദ്ധിക്കപ്പുറത്തൊരു സഹി ഉണ്ടോ? KNM മിമ്പറിലാണ് കഴിഞ്ഞ 2 ആഴ്ച മുമ്പുള്ള പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്, അള്ളാഹുവിൻ്റെ ദീനിനെതിരെ കുരച്ചു ചാടുന്ന പണ്ഡിതന്മാർ വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അൽ ഉലമ, റസൂൽ പറയുന്നത് അറിയോ? മിമ്പറിൽ കയറും ചിലർ, പള്ളി നിറച്ചു ആൾക്കാരുണ്ടാവും. അൽ ഉലമാഉഹു ശർറു മൻ തഹ്ത അദീമിസ് സമാ, ആകാശത്തിൻ്റെ ചുവട്ടിൽ ഏറ്റവും നികഷ്ട ജീവി ആ മുന്നിലിരിക്കുന്നോലാവൂല, ആ മിമ്പറിൽ കയറിയിരിക്കുന്ന തൊപ്പിട്ട ഹമക്കായിരിക്കുന്നു.
പടുജയിൽ അള്ളാന്റെ ദീനിനെ വെറുക്കുന്ന ഒരുത്തൻ, ആയത്തോതിയിട്ട് ദുർവ്യാഖ്യാനിക്കുന്ന ഒരുത്തൻ, സഹിയായ ഹദീസുകൾക്കെതിരെ കുരച്ചു കാടുന്ന ഒരുത്തൻ, ഓൻ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്താകുമോ? നിഷ്കരുണം കേന്ദ്രമാർ പള്ളി മെമ്പർ വിട്ടുകൊടുക്കുന്നു മർക്കസുകാരുടെ ആശയം പ്രചരിപ്പിക്കാൻ. എത്ര ദുര്യോഗമാണ്, എന്നൊരു ബേജാറുള്ള ഗതിയാണ്. അതുകൊണ്ട് നമ്മുടെ സ്ഥാപനം എന്ന് പറയുന്നത് അത് ഈ മാനദണ്ഡം പാലിച്ചുകൊണ്ടായിരിക്കും. അവിടെ ഒരു ഹദീസിനെയും വിമർശിക്കില്ല, അവിടെ ഒരു കള്ള ഹദീസും ഉദ്ധരിക്കപ്പെടില്ല, അവിടെ ഒരൊറ്റ സഹീഹിനെതിരെയും ഒരുത്തനും കുരച്ചു ചാടുകയുമില്ല. അവിടെ കറക്റ്റ് ദീൻ എന്താണ് അത് കൊടുക്കും. അങ്ങനത്തെ ഒരു സ്ഥാപനം. ഇനി ഞാൻ പറയുന്ന ആയത്ത് സൂറത്ത് സഫ് കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. ഈ രണ്ടായത്ത് കേൾക്കാത്ത ആരുമില്ല. ശരിക്കും ഇത് നമ്മുടെ ഹൃദയത്തിൽ, ഞാൻ പറയുന്നത് ഈ ആയത്തിൻ്റെ അർത്ഥം എന്താ? വേദനാജനകമായ ഒന്ന് കേട്ടുനോക്കിയേ, വേദനാജനകമായ നരകശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? എന്താണ് ഒന്നുകൂടെ അർത്ഥം വെച്ച് നോക്കിയ മനസ്സിൽ. വേദനാജനകമായ നരകശിക്ഷയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അല്ലാഹ് ചോദിക്കുകയാണ് നമ്മളോട് സ്നേഹത്തോടെ. എന്നിട്ട് ആ റബ്ബ് പറയാണ്, തുഅ്മിനൂന ബില്ലാഹി വറസൂലി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും. ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്ത് ആദ്യം നഫ്സും പിന്നെ അംവാലും. എന്നാൽ ഖുർആനിലെ മറ്റെല്ലാ സ്ഥലത്തും ആദ്യം സമ്പത്ത്, എന്നിട്ട് മതി എൻ്റെ ശരീരം എന്നാണ്. ഒറ്റ സ്ഥലത്ത് മാത്രമാണ് ആദ്യം ശരീരം പിന്നെ സമ്പത്ത്. അത് യുദ്ധരംഗത്താണ്. ആ ആയത്ത് നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. ഇന്നല്ലാഹ ഇസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. ഇതേതാ അധ്യായം എന്നറിയോ ആർക്കെങ്കിലും? ഞാൻ പുതിയ അധ്യായം. ഇന്നല്ലാഹ ഇസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. ഒരു 500 റുപ്യ പറയുന്ന ആൾക്ക് തരും. പറഞ്ഞോളി, പെരച്ചനടിച്ചാലോ 500 റുപ്യ ഇട്ടൂലേ? പറഞ്ഞോളി. ഞാൻ ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഒരു പ്രോത്സാഹനം ആയിക്കോട്ടെ ആ പഠനത്തിന്. പറഞ്ഞോളി. സ്ത്രീകൾ അവിടെ പറയുന്നുണ്ടോ അറിയില്ല കേട്ടോ, ആരെയും പറഞ്ഞേക്ക് ഓർക്കും ഉണ്ടാവും 500. പറഞ്ഞോളി. മാഷാ അല്ലാഹ്. ആരാത്? വേമ്പ ഇതിവിടെ മരുവനെ ബാപ്പാന്നൊന്നുമില്ല. കൊടുക്കണ്ടേ? അപ്പൊ സൂറത്ത് തൗബയിലാണ് 111-ാമത്തെ വചനമാണ്. ഇനി ആ വചനത്തിന് അർത്ഥം കേട്ടോളൂ. ഇന്നല്ലാഹ ഇസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. നിങ്ങൾക്ക് സ്വർഗം പകരം തരാം എന്ന കണ്ടീഷനിൽ എന്താ പറയുന്നത്? നിങ്ങൾക്ക് സ്വർഗം പകരം തരും, പക്ഷെ 2 കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് തരണം. ഒന്ന് നിങ്ങളുടെ ധനമാണ്, ഒന്ന് നിങ്ങളുടെ ശരീരമാണ്. ഇത് രണ്ടും നിങ്ങൾ എനിക്ക് തരുമോ? ബിഅന്ന ലഹുമുൽ ജന്ന. ഏത് സ്വർഗത്തിൻ്റെ നോക്ക് നിങ്ങൾ. സൂര്യൻ്റെ വലിപ്പം 13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള ആകാശ സീമകൾ നമ്മൾ കണ്ടിട്ടേ അല്ല. ആകാശഭൂമികളുടെ വലുപ്പമാണ് ആ സ്വർഗം. ആ സ്വർഗം തരും ദുനിയാവിൽ 5 സെന്റ് ഭൂമി കൊടുത്താൽ. ആ സ്വർഗം തരും ദുനിയാവിൽ 2 കൈ കൊടുത്താൽ. മിസ്ബർലാന്റെ വലത് കൈ വെട്ടിമുറിച്ചു, ഇടത്തെ കൈയിലേക്ക് കൊടി മാറ്റി പിടിച്ചു. ഇടത്തെ കൈ വെട്ടിമുറിച്ചു, മുറിച്ച 2 ഭാഗങ്ങൾ ചേർത്ത് കൊടി നെഞ്ചോട് ചേർത്ത് പിടിച്ചു. നെഞ്ചിന് വെട്ട് കിട്ടിയപ്പോ മിസ്ബർലാൻ കമയിന്ന് വീണു, എന്നിട്ട് മരിച്ചുപോയി. ആ മിസ്ബർലാനുള്ളതാണ് സ്വർഗം, ഹല്ലലാറുള്ളതാണ് സ്വർഗം. അതേപോലെ ബിലാറുള്ളതാണ് സ്വർഗം. അവർ നേടിയ സ്വർഗം ഇവിടെ ഇരിക്കുന്ന നാം AC റൂം കിടക്കണു, വിശാലമായി ജീവിക്കുന്നു, പട്ടിണിയില്ല, കഷ്ടപ്പാടില്ല, കുട്ടികൾക്ക് ആവശ്യമുള്ള ഡ്രസ്സ് കൊടുക്കണു, എല്ലാം ഉണ്ട്. പട്ടിണി കിടന്നവർ ഈത്തപ്പഴം വായിലിങ്ങനെ തൊട്ടിട്ട് നക്കി ജീവിച്ച ബദറിൽ അവർ വന്നവർ ആലോചിച്ച് നോക്കണേ. ആ മനുഷ്യന്മാരാണ് അള്ളാൻ്റെ മുമ്പിൽ സ്വത്തുണ്ടവർ. നിങ്ങൾ ആലോചിച്ചു, മദീനയിലേക്ക് മക്കയിൽ നിന്ന് ആളുകൾ വന്നതിനെ പറ്റി പറയുമ്പോൾ എന്താ അള്ളാഹ് പറയണറിയോ?
യുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസാ. യുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസാ. ഇത് എപ്പോഴാണ് ഇറങ്ങിയെന്ന് അറിയാം നിങ്ങൾ? മക്കത്ത് നിന്ന് സ്വന്തം വീടിലായിട്ടല്ല, വീടുണ്ട്, വിറ്റു. എന്തിനു വേണ്ടി? സ്വർഗത്തിന്. ആസിയാ ബീവിക്ക് സ്വർഗം ഉണ്ടായിരുന്നു, അല്ല സ്വർഗതുല്യമായ വീടുണ്ടായിരുന്നു. എന്നിട്ടും റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ വീട് മതി, രാജകൊട്ടാരം ഞാൻ ഉപേക്ഷിക്കുന്നു. നമ്മളോ ചെറ്റക്കുടിൽ വിട്ട് രാജകൊട്ടാരത്തിലേക്ക് കയറുക, ഓരോ സ്റ്റെപ്പിലും ചെരുപ്പ് ധരിക്കാത്തവരൊക്കെ കോടീശ്വരന്മാരാകുക. ഈ താനൂര് തിരൂർ റൂട്ടിൽ നിങ്ങൾക്ക് കാണാം 5000-6000 സ്ക്വയർ ഫീറ്റ് വീട്, 10-15 കൊല്ലം കൊണ്ട്. എന്നിട്ട് അതിലാരോ താമസിക്കുന്നു, ഓനൊക്കെ ദുബായിലാണുള്ളത്. വെറുതെ പൂട്ടിയിട്ട് ആളെ കാണിക്കാനാണ്. കാറൂന്മാരാണ്, അഭിനവ ഹാമാന്മാരാണ് വിശ്വാസികൾ. യുഹിബ്ബൂനൽ ഖുസൂറ വയൻസൗനൽ ഖുബൂറ. ഹദീസ് അതിൻ്റെ സ്വീകാര്യതയെക്കുറിച്ച് ചെറിയ അഭിപ്രായ ഭിന്നതൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ കണ്ടന്റ് ദീന. അതിൽ പറയുന്നത് അറിയോ? കൊട്ടാരം ഇഷ്ടപ്പെടും, ആറടി മണ്ണിനെ മറന്നു പോകുന്നു, ഖബറിനെ മറന്നു പോകുന്നു. ഇവിടെ അല്ല എന്താ പറഞ്ഞേ? ആയത്തൊന്നുകൂടെ കേട്ടോക്കെ. നരകത്തിൽ നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ. അല്ലാഹുൽ റസൂലുള്ള വിശ്വാസമാൻ്റെ മാർഗത്തിലുള്ള ജിഹാദ്. എന്നിട്ടോ സമ്പത്ത് കൊണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സത്യസന്ധമായി മറുപടി മനസ്സിലെങ്കിലും നിങ്ങൾ പറയുമോ? ഒരായത്ത് കേൾപ്പിക്കുക ഞാൻ. ആ ആയത്തിൻ്റെ ബേസിൽ നമ്മൾ അതായത് മുജാഹിദ് ബാലുശ്ശേരി എന്ന ഞാൻ ഈ ആയത്തനുസരിച്ച് ജീവിക്കുന്നുണ്ടോ എന്ന് ഞാൻ എന്നെ പരിശോധിക്കുക. ഈ ആയത്ത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, ഖത്തീബുമാരിതിലുണ്ട്, പഠിച്ചവരുണ്ട്, ഒരുപാട് ആളുകൾ എനിക്ക് ഇവിടെ ഉണ്ട്, മുന്നിലിരിക്കുന്നവർ, പല അറിവും നേടിയവരുണ്ട്, പല പണ്ഡിതന്മാരുടെ കൂടെ ജീവിച്ചവരുണ്ട്. ഒറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ. നോക്കൂ, അല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാഹ വഅൻഫിഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ. വല്ലാത്തൊരു ഇത് സ്വാധീനിക്കാത്തൊരു തമ്മിൽ എണീറ്റ് പോരും. ഞാൻ ഒരുപാട് ആലോചിച്ചൊരു വചനം. ഒന്ന്, ഇത് ഖുറാനിലെ എത്രാമത്തെ അധ്യായ? സൂറത്ത് ഫാത്തിറാണ്, 29-ാമത്തെ വചനം. ഇതിൽ പറയണെന്തറിയോ? അല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിൻ്റെ കിതാബ് ഡെയിലി വായിക്കുന്ന ആളുകൾ, വാഖീമുസ്സലാഹ്, ഡെയിലി 5 നേരം നിസ്കരിക്കുന്നവർ. അവർക്ക് മൂന്നാമതൊരു ക്വാളിറ്റി കൂടിയുണ്ട്. ആ ക്വാളിറ്റി പൂർത്തീകരിക്കുമ്പോൾ തിജാറത്തൻ ലൻ തബൂർ, നഷ്ടം സംഭവിക്കാത്ത കച്ചവടത്തിലാണ്. സ്വർണ്ണ കച്ചവടം നമ്മൾ നടത്തുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ പല നിലക്കുള്ള കച്ചവടങ്ങളും നടത്തുന്നുണ്ട്, ടെക്സ്റ്റൈൽസുകൾ നടത്തുന്നുണ്ട്. പക്ഷേ പരലോകത്തേക്ക് വേണ്ടിയുള്ള ഒരു കച്ചവടം, അതെന്താ? അല്ലദീന യത്ലൂന കിതാബല്ലാഹ്. ഇത് കേൾക്കുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടതെന്നറിയോ? എല്ലാവരോടും ചോദിക്കുകയാണ്, ലോഹർ ഖളാ ആയാൽ സങ്കടം തോന്നൂലേ? ഒന്ന് കൈയൊന്നിച്ചാട്ടെ. ലോഹർ ഖളാ ആയ സങ്കടം തോന്നൂലേ? ഒറ്റ കുട്ടി ഉണ്ടാവുമോ? കൈവന്തിക്കെല്ലാവരും ആണ്. ലോറിസ്കാരൻ ഖളായ അത്ര ദുഃഖ സമ്മതിച്ചില്ലേ? അന്ന് 3 ഖുർആനായത്ത് ഓതിയില്ലെങ്കിൽ അത്ര സങ്കടം ഉണ്ടോ? ഉണ്ടായാലുണ്ടോ? സത്യം പറയാവോ? അതിന് കൈ പൊങ്ങൂല. എന്താ കാരണം? ഒരു വചനത്തിൽ അല്ല പറയാണ്, കച്ചവടത്തിൽ യഥാർത്ഥ കച്ചവടക്കാരനാരാ? ഡെയിലി ഖുർആൻ വായിക്കുന്ന ഒരാൾ. വല്ലാഹി ഞാൻ നിങ്ങളോട് പറയാണ്, എന്നോട് പല ആളുകളും ചോദിക്കും, എൻ്റെ ഭാര്യ എന്നോട് ചോദിക്കും, ഇന്ന് നിങ്ങൾ നാളത്തെ 2 വിഷയം റെഫർ ചെയ്യുമ്പോൾ ഞാൻ അവളോട് ചോദിച്ചടി, നാളെ വനിതാ സമ്മേളനമാണ്, വനിതകളോട് ഞാൻ എന്താ പറയേണ്ടത്? എന്നെപ്പറ്റി പറഞ്ഞാൽ ഞങ്ങൾ വിടൂലിട്ടോ പറഞ്ഞോളൂ. ആദ്യം എന്നോട് തമാശക്ക് ഞാൻ അവളോട് ഇന്നലെ പറയുന്നത് എന്നെപ്പറ്റി ഞാൻ പറയും. അപ്പോൾ ഒരു ബേജാറ്. പക്ഷേ അവൾ എന്നോട് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ നോട്ട് എഴുതി, ഇങ്ങനെ രാവിലെ സുബൈക്ക് തുടങ്ങി നോട്ട് എഴുതി, ഇങ്ങനെ ഒരു 18-20 പോയിൻ്റ് ഇങ്ങനെ എഴുതിയുടെ വെച്ചിട്ട്, നിങ്ങൾ ഖുർആൻ വായിക്കുന്നത് ഞാൻ അധികം ഒന്നും കണ്ടിട്ടില്ല, നിങ്ങൾ പഠിക്കാനിരിക്കുന്നു ഞാൻ കണ്ടിട്ടില്ല, പിന്നെ ഇങ്ങനെ നിങ്ങൾ ഇത്ര ആയത്തെ നമ്പർ ഇങ്ങനെ ഉദ്ധരിക്കണത് എല്ലാവരും ചോദിക്കാറുണ്ട് എന്നോട്. ഒട്ടുമിക്ക ആളുകളും ഏത് സസ്സിലെത്തിയാൽ ആ ചോദ്യം ചോദിക്കും. ഒരൊറ്റ കാര്യമുള്ളൂ, ഒരു പുതുമയില്ല കേട്ടോ, ഒരു മഹത്വവും ഇല്ല, ഒരു പ്രത്യേകത നിങ്ങളിൽ നിന്ന് എനിക്കില്ല. പിന്നെ എന്തേ ഉള്ളൂ? എല്ലാ ദിവസവും 3 ഖുർആൻ്റെ വചനം നോക്കുമ്പോൾ ഇന്ന അധ്യായത്തിലാണ് ഇന്ന വചനമാണ് നോക്കുന്നതെന്ന് ബോധപൂർവം നോക്കൂ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വണ്ടി ഉണ്ട്, അതിൻ്റെ നമ്പർ നോക്കി വെക്കൂല? നമ്മൾ നോക്കി വെക്കുമോ? നമ്മൾ സ്ഥിരം ഒന്ന് ബസ്സിൻ്റെ നമ്പർ നോക്കി വെക്കുമോ? അതിൻ്റെ ബോർഡ് വരെ നമ്മളെ മനസ്സിൽ അല്ലേ?
അത്ര ഇഷ്ടത്തോടുകൂടി ഖുർആനിലേക്ക് ഒന്ന് നോക്ക്, വെറുതെ നോക്കിയാൽ മതി. വല്ലാഹി ഇന്നിൻ്റെ ഒരു അധ്യായം ഇങ്ങനെ മറിച്ച് വെറുതെ നോക്കിയതാണ്. ഇലാ യൗമിൽ ഖിയാമ വരെ മറക്കാറില്ല. അത് നോക്കുന്ന പോലെ ഒന്ന് നോക്കിയേ. ഞാൻ ഒരു അത്ഭുതം കൂടി പറഞ്ഞത്. ഇതിപ്പോൾ 2025 ജനുവരി എത്ര ഡേറ്റ്? 18. 6 കൊല്ലം. അപ്പോൾ എത്രയാവും? ഒരു 6 കൊല്ലം അങ്ങോട്ട് മുന്നോട്ട് 31 അല്ലേ? ആ ജനുവരി 18 ആകുമ്പോഴേക്ക് ഖുർആൻ കംപ്ലീറ്റ് മനപ്പാടാവും, ഖുർആൻ കംപ്ലീറ്റ് അർത്ഥവും പഠിക്കും. ഡെയിലി 3 ആയത്ത് പഠിച്ചാൽ 6 വർഷം കൊണ്ട് ഡെയിലി 3 ആയത്ത്. ഞാൻ ചോദിക്കുന്നു, മൊബൈൽ എന്ന് തീരെ തോണ്ടിയിട്ടില്ല എന്ന് പറയാൻ ഒരു കൈ വന്ദിച്ചാട്ടെ. ഇന്ന് മൊബൈൽ തീരെ തോണ്ടിയിട്ടില്ലായിരുന്നു, പക്ഷെ ഇന്ന് ഖുർആൻ ഓതിയിട്ടില്ല എന്നുണ്ട് കൈ പൊന്തൂല്ലേ? അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, 24 മണിക്കൂറിൽ എത്ര തോണ്ടി? ഈ ഞാൻ ചോദിക്കുന്നത്, ഇതിങ്ങനെ കാണാൻ ചെറിയ കുട്ടിക്കര ഒരു മടിയില്ല. കുട്ടികളെ കയ്യിൽ ഇത് കൊടുത്തു നോക്ക്. നിങ്ങൾക്ക് 3.5 മണിക്കൂർ താഴത്തുനിന്ന് അന്യനെ വിളിച്ചിട്ട് എന്ത് തോന്നിയാസം ചെയ്യും. മക്കൾ താഴോട്ട് ഇറങ്ങിയല്ല. അപ്പം അങ്ങനെ ഒരു സുഖമുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ നടക്കുന്ന പ്രസംഗം ലൈവായിട്ടൊന്ന് കേട്ടോളിട്ടോ. കരൾ പറഞ്ഞു, അത്രയും ഡേഞ്ചറാണ് മുസ്ലിം വീട്. അത്രയും എന്താ, ഉമ്മ അവിടെ ഒരുത്തനെ വിളിച്ചിരുത്തി, ബാപ്പ അല്ലാത്ത ദിവസം ഒരുത്തനെ കൂടെ കൊഞ്ചി കിടന്നാൽ പോലും മോള് കുത്തിരിക്കുന്ന മക്കൾ ഇറങ്ങി വരില്ല. തിരിച്ചു അങ്ങനെ തന്നെ. ഇത് ഞാൻ വെറുതെ പറയല്ല സുഹൃത്തുക്കളെ, ഇത് ഞാൻ വെറുതെ പറയല്ല. അവിടെയാണ് ഞാൻ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, റബ്ബ് ഇത് തന്നു, ശരിയാണ്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. എന്ത് കേട്ടു, എന്ത് കണ്ടു, എന്ത് ചിന്തിച്ചു. തമാശക്കാകാം, കാണേണ്ടത് കാണാം, കുറച്ച് സമയം തമാശക്കാവാം. പക്ഷെ ജീവിതത്തിൽ അല്ലാഹ് ഇബ്നു റബാഹ എന്ന് പറയുന്ന മക്കയിലെ കാബത്തുണ്ടായിരുന്ന വലിയൊരു ഇമാം, നബിയുടെ കാലത്താ, നബിയുടെ വഫാത്തിന് ശേഷമാണ് താബികളിൽപ്പെട്ട ആളാണ്. പക്ഷേ 24 മണിക്കൂർ അദ്ദേഹം എങ്ങനെയാ ജീവിച്ചറിയങ്ങൾ? 8 മണിക്കൂർ പഠിക്കാൻ വേണ്ടിയിട്ട്. 8 മണിക്കൂർ പഠിക്കാൻ, പഠിപ്പല്ലാത്ത ഒന്നും 8 മണിക്കൂറിലില്ല. 8 മണിക്കൂർ ഇബാദത്തിന്. കാരണം മനുഷ്യനെ സൃഷ്ടിച്ചതിന് എന്തിനാ? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, സിമ്പിൾ. ഞാൻ ഇങ്ങോട്ട് വന്നത് സത്യം പറഞ്ഞാൽ 3 മണിക്കൂർ എടുത്ത് ഡ്രൈവിംഗ് ഇവിടെ എത്താൻ. 3 മണിക്കൂർ എടുത്ത്. ഈ 3 മണിക്കൂർ ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്കൊരു ക്ഷീണം തോന്നുന്നുണ്ടോ? കാരണം എനിക്കൊരു ലക്ഷ്യമുണ്ട്. എൻ്റെ കാലിന് വേദനയില്ല, ഒന്നുമില്ല. ഇപ്പം ചില ആളുകൾക്ക് അവിടെ ഇരിക്കുന്നവർക്ക് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, അല്ലേ? ആണ്. ആ ഡ്രൈവിങ് ചിലപ്പോൾ നമ്മളൊരു 10 മണിക്കൂർ ഒരേതിൽ ഡ്രൈവ് ചെയ്യും. സൗദിയിലൊക്കെ അങ്ങ് കാണാം 1000 കിലോമീറ്ററൊക്കെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അടിച്ച് തൂഫാനായി കളയും നമ്മൾ. എൻ്റെ ചോദ്യം, അപ്പോൾ 9 മണിക്കൂർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇല്ലാത്ത ക്ഷീണം 10 മിനിറ്റ് നിസ്കരിക്കുക എന്നൊക്കെ നമുക്ക് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? 10 മിനിറ്റ് ഖുർആൻ നോക്കി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്കറിയോ, റസൂലിൻ്റെ ഒരു ഹദീസ് മുസ്ലിമിലുള്ളതാണ്. ഒരാൾ നിസ്കരിക്കാൻ പള്ളിയിൽ കയറുമ്പോൾ ഒരു സംഘം ഇബിലീസുകളെ അവനെ വിട്ടുകൊടുക്കും. ജിന്ന് വർഗത്തിൽപ്പെട്ട, ശൈത്താൻ വർഗത്തിൽപ്പെട്ട ഇബിലീസ് അവനെ നിസ്കരിക്കാൻ സമ്മതിക്കില്ല. അപ്പോഴാണ് എല്ലാം തോന്നുക. മൂക്കിൽ ഇങ്ങനെ കൈയിട്ട് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി വെറുതൊക്കെ നോക്കിപ്പോവും മനുഷ്യൻ. എന്താ ഒരു ചിട്ടയും നിസ്കാരത്തിലില്ല, ഒരു ഖുശൂഇല്ല വേണ്ടേ? ഇന്നമൽ നോക്കൂ, വിശുദ്ധ ഖുർആൻ പറയാൻ, ഖുർആനിൽ പറയുന്നത് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. ഖുർആനിലെ 8-ാം അധ്യായം 2-ാമത്തെ വചനം. അള്ളാഹിനെ പറ്റി പ്രസ്താവിക്കപ്പെടുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഇന്ന സ്വലാത്തി വനുസുകി വമഹിയായ വമമാതി, എൻ്റെ ജീവിതം, എൻ്റെ മരണം, എൻ്റെ വഴിപാട്, എൻ്റെ സ്വലാത്തു ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇങ്ങനെ നിസ്കരിക്കുന്ന എത്ര ആളുണ്ട് നിങ്ങൾക്കറിയോ? ഈ ഹൈവേയിൽ നമ്മൾ നോക്കൂ, നമ്മുടെ പള്ളിക്കൊക്കെ ഉള്ളൊരു മൊഞ്ചെന്താണ്? എത്ര റാഹത്തായിട്ട് നിസ്കരിക്കുക. പോട്ടെ, ആ സെഫ് നെണീറ്റ് ഒരു ബാക്കിലേക്ക് മാറിയിരുന്നിട്ട് ഒരു 15 മിനിറ്റ് ഇരുന്ന് എല്ലാ ദിക്റും ചൊല്ലി പടച്ചോനോട് മനസ്സ് തട്ടി ദുആ ചെയ്ത്, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, നല്ല സൗഹൃദം ഉണ്ടാകാൻ വേണ്ടി മനസ്സ് തട്ടി പ്രാർത്ഥിച്ച്. നിങ്ങൾ നോക്ക്, ഒരു വലിയ പ്രാർത്ഥന എന്നെന്താ? പടച്ചോനെ, വിശ്വാസികളോട് എനിക്കൊരു വെറുപ്പും തോന്നരുതേ, അല്ലേ? ആ ദുആ സൂറത്ത് ഹശറിലല്ലേ, 9-10 അല്ലേ? എന്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചില്ല? എനിക്ക് എൻ്റെ കൂട്ടുകാരനോട് വെറുപ്പ് തോന്നുന്ന ഒരു നിമിഷം ഉണ്ടാവല്ലേ റബ്ബേ? ചങ്കായിട്ട് ജീവിച്ചോ പച്ച നുണ പറയുക സോഷ്യൽ മീഡിയയിൽ വന്നിട്ട്. എന്തോ ഒരു ദുഃഖമാണ്. ഞാനൊക്കെ ചിന്തിക്കുക, 13 വയസ്സിൽ ഞാൻ കൈപിടിച്ചു കൊണ്ടുവന്ന മോനാത്.
കഴിഞ്ഞ 3 ആഴ്ചകൾക്ക് മുമ്പ് വരെ ആത്മമിത്രമായിട്ട് പച്ചനുണ പറയുമ്പോൾ വേദനിക്കും നമ്മള്. പക്ഷേ ഇല്ല റബ്ബേ, വെറുപ്പില്ല, ഉണ്ടാവരുത്. ഉണ്ടായി, ഏതെങ്കിലും ഒരു നിമിഷത്തിൽ പിശാച് ഉണ്ടാക്കി. അതുകൊണ്ടാണല്ലോ അള്ളാഹ് പറഞ്ഞ് ശൈത്താൻ നിന്നിൽ പക ഉണ്ടാക്കും. അപ്പം നീ അള്ളാഹിനോടും ചോദിക്ക്, ഈ ശൈത്താൻ എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞേക്ക് റബ്ബേ. എന്തെല്ലൊരു വിശ്വാസി ചിന്തിക്കാനുണ്ട്. ഒരു ദിവസം കിടന്നിട്ട് ഉറക്ക് വരുമോ? ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാനിങ്ങനെ കിടക്കുമ്പോൾ എൻ്റെ വൈഫ് പറയും, നിങ്ങൾ ഉറങ്ങിക്കൂടി, ഉറങ്ങിയിട്ടില്ല നിങ്ങൾക്ക് വേദന വരും. എത്രയോ ഗുളിക ഓടിച്ചാണ്. ഓരോ കാര്യങ്ങൾ ഈ മുസ്ലിം സമുദായത്തിൽ വരുമ്പോൾ ടെൻഷൻ. പച്ച നുണ കേൾക്കുമ്പോൾ, അതും പത്തരമാറ്റ് ഖതീബുമാർ നുണ പറയുമ്പോൾ എന്തോ ഒരു വേദനയാണത്. അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നത്, നമ്മുടെ സമ്പത്ത് അല്ല തന്ന നമുക്ക്. ഞാൻ ഈ ആയത്ത് ഒന്നുകൂടെ വൈൻഡപ്പ് ചെയ്തോട്ടെ. ഡെയിലി ഖുർആൻ ഓതുകയും ഡെയിലി നിസ്കരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് മൂന്നാമതൊരു ഗുണം ഉണ്ടാവും എന്നുള്ള പറയുക. എല്ലാ ദിവസവും നിങ്ങൾ നിസ്കരിക്കുന്ന പോലെ തന്നെ രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്നു. പലപ്പോഴും നമുക്ക് നിസ്കാരമുണ്ട്, ഖുർആനോത്തുണ്ട്, അത്ര തന്നെ സമ്പത്ത് ചെലവഴിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ആത്മാർത്ഥമായിട്ട് ഞാൻ ചോദിക്കാം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട അബ്ദുൽ മജീദ് സാഹിബ്, ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ്, കോടിക്കണക്കിന് സ്വത്തുള്ളൊരു മനുഷ്യനാണ്. ഞാൻ കരുതുകയാണ്, പഠിച്ചോനെ സദക്കയും സക്കാത്തും ദാനധർമ്മങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരാൾ. പക്ഷേ അബോധാവസ്ഥയിൽ കിടന്നിട്ട് ഒരു പിരികം പോലും ചലിക്കാത്ത അവസ്ഥയിൽ കിടന്നാൽ ഈ സ്വത്ത് എന്തെങ്കിലും ഒരു പ്രയോജനം മനുഷ്യനെ ചെയ്യുമോ? ഹോസ്പിറ്റലിൽ പറയുന്നത്, നിങ്ങൾ വെറുതെ ഇവിടെ പൈസ കൊണ്ട് തന്നിട്ട് എന്താ കാര്യം? നിങ്ങൾ ഏറ്റവും ചെറിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കണം. അങ്ങനെ അവരെ കഴിഞ്ഞ ദിവസം കൊണ്ടുപോയത് വെറുതെ ഇത്രയിൽ ഇത്രയും പൈസ തന്നിട്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? കണ്ണടഞ്ഞാൽ തീർന്നില്ലേ സ്വത്ത്? നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് കുറച്ചട് കഴിഞ്ഞപ്പോൾ ഫാത്തിമ ബീവി അലിയാർ തങ്ങളും ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് പാപ്പാൻ്റെ ഓർമ്മകളൊക്കെ പറഞ്ഞു, ഉപ്പൊരു 10 സെൻറ്റ് ഭൂമി എനിക്ക് എന്നുള്ള നിലക്ക് ഫാത്തിമ ബീവി പറയാണ്. അപ്പോൾ അലിയാർ തങ്ങൾ പറഞ്ഞു, ഒന്ന് ചോദിച്ചു നോക്കിയാലോ, അബൂബക്കർ സിദ്ദീഖിനോട് 10 സെൻറ്റ് ഭൂമി. നബി വിട്ടേച്ചു പോയതാണല്ലോ. അങ്ങനെ അബൂബക്കർ സിദ്ദീഖിനടുത്ത് വന്നു. ഫാത്തിമ ബീവി അലിയാർ തങ്ങളുണ്ട്. അമീറുൽ മുഅ്മിനീൻ, എൻ്റെ ഒപ്പം ഉപേക്ഷിച്ചു പോയ 10 സെൻറ്റ് ഞങ്ങൾക്ക് തന്നൂടേ എന്നാണ് ചോദിക്കണേ. എൻ്റെ ഉപ്പാൻ്റെ 10 സെൻറ്റ്. അപ്പം അബൂബക്കർ സിദ്ദീഖ് പറയണം, ആയിരുന്നു, ഉപ്പാൻ്റെ സ്വത്ത് ആയിരുന്നു, ഇപ്പോഴല്ല. അവർക്ക് മനസ്സിലായില്ല. ഉപ്പ മരിക്കുന്നതിന് മുമ്പ് അത് ദാനം ചെയ്തിട്ടാണ് മരിച്ചു പോയത്. റിസർവ് ബാങ്കിൽ ഇട്ടിട്ടാണ് മരിച്ചു പോയത്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ വൽഖാലിമീനൽ. നോക്കൂ, ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും 6 ദിർഹം 7 ദിർഹം അവസാന ആയിഷ സദഖ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. സ്വത്ത് നമ്മുടെ കയ്യിലുള്ളപ്പം നമ്മുടേതാ, നമ്മുടെ ഭാര്യയുടേതല്ല, മക്കളുടേതല്ല. ബാപ്പ ഞങ്ങൾക്ക് ഇല്ലടോ, നിനക്ക് അവകാശമില്ല. നിന്റെ ബാപ്പ സമ്പാദിച്ച സമ്പാദ്യത്തിൽ അദ്ദേഹം മരിക്കുന്നവരെ ന്യായമായി നിനക്ക് അവകാശമില്ല. ആ ധനം ദാനം ചെയ്യാനാണ് അള്ളാഹ് നമ്മളോട് പറഞ്ഞത്. കൊടുത്തോ? ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങളോട്, ഒന്ന് 50 ലക്ഷം ഉറുപ്പിൻ്റെ വീടുള്ള എത്ര പേര് ഇതിലുണ്ടാവും? കയ്യൊന്നും പൊന്തിക്കണ്ട. സ്വന്തം മനസ്സിനോട് ചോദിക്കുക, 50 ലക്ഷത്തിൻ്റെ വീടുള്ളവർ 18 സെന്റ് ഭൂമി സ്ക്വയറായിട്ട് നല്ല കള്ളിയൊക്കെ അടിച്ച് ഫുൾ ലൈറ്റൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് അതിൻ്റെ കാർപോർച്ചിൽ 12 ലക്ഷത്തിൻ്റെ 13 ലക്ഷത്തിൻ്റെ 30 ലക്ഷത്തിൻ്റെ 35 ലക്ഷത്തിൻ്റെ ഫോർച്യൂണർ ഉണ്ടോ? ഉണ്ട്. കാലിലിട്ട ചെരുപ്പ് 3000 രൂപൻ്റെതാണോ? കയ്യിലിട്ട വാച്ച് 4000-ൻ്റെതാണോ? കയ്യിൽ ഉപയോഗിക്കുന്ന മൊബൈൽ 50,000-ൻ്റെതാണോ? ഒരു വ്യക്തിക്ക് തന്നെ എത്രയുണ്ട്? സ്വന്തം മോളെ കല്യാണത്തിന് 10 ലക്ഷം മുടക്കുന്നവരെ, അള്ളാഹുവിന്റെ മസ്ജിദിന് വേണ്ടി, ബൈത്തുള്ളക്ക് വേണ്ടി നിങ്ങൾ 10,000 രൂപ മനസ്സറിഞ്ഞു കൊടുത്തോ? എവിടെയാ തോറ്റുപോയത്? വിട്ടേച്ചു പോകുന്ന വീടിന് വേണ്ടിയാണോ? അനന്തരമെടുക്കുന്ന വീടിന് വേണ്ടിയാണോ? കമ്മലും കാതിലും കഴുത്തിലും മരഞ്ഞാണവും പാദസരവും വെച്ച പല്ല് പോലും ഇട്ട കണ്ണട പോലും അഴിച്ചെടുത്തിട്ട് ആ കബറിൽ കൊണ്ടുവെക്കുക. ആ സ്വർണ്ണ ആർക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചു? പെണ്ണുങ്ങളെ, സഹോദരിമാരെ, 1 പവന്റെ മോതിരം, 1 പവന്റെ വള, അത് ഊരിയിട്ട് താഴെ ബക്കറ്റിന്റെ കയ്യിൽ കൊണ്ടുപോയി ഇടി. ഈ 28 സെന്റ് ഞങ്ങൾ തരും, ഈ നാട്ടുകാർ തരും, പുറത്തുനിന്ന് പിരിക്കില്ല. കാരണം എല്ലാ മണ്ഡലത്തിലും പ്രൊജക്റ്റ് ഉണ്ട്, എവിടെയും പോകാൻ പറ്റില്ല. ഞങ്ങൾ പ്രാവശ്യം പൂർത്തിയാക്കുന്നു.
ഞാനും PN-ഉം സാബിർ നവാസും കുവൈത്തിൽ പോയി. പ്രൊജക്റ്റിൻ്റെ അവിടെ വെച്ചൊരു നിന്ദത ഏറ്റുവാങ്ങേണ്ടി വന്നു ഞങ്ങൾക്ക്. ഒരു അറബി ചോദിച്ചു, പ്രൊജക്റ്റൊക്കെ പാസ്സാക്കാം, ഒക്കെ റെഡി, എത്ര വീടുണ്ട് മുസ്ലിങ്ങളുടെ അവിടെ? 300 വീടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, 10,000 ഉറുപ്പിക വീട്ടുകാരനെടുത്താൽ നിങ്ങളെ പള്ളി എവിടെ ഉണ്ടാക്കിക്കൂടെ? പള്ളി കുവൈത്തിൽ നിന്ന്, പള്ളി ഉണ്ടാക്കുന്ന കേരളത്തിൽ കൂലി കുവൈത്തുകാർക്ക്. അങ്ങനെയാണോ? പള്ളിയും നിങ്ങളുടേത്, കൂലിയും നിങ്ങളുടേത് എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മകൾക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ട്, 3 ലക്ഷങ്ങൾ മുടക്കണില്ലേ? നിങ്ങളിപ്പോൾ ഒരു കച്ചവടം തുടങ്ങി നിങ്ങൾ 18 ലക്ഷം മുടക്കിയിട്ടില്ലേ? എന്താ അള്ളാന്റെ മാർഗത്തിൽ 1 ലക്ഷം 2 ലക്ഷം നെയ്താൻ 40 കൊല്ലം മുമ്പ് തുടങ്ങിയതാ 10 ഉറുപ്പ്യ കൊടുക്കാൻ, വെറും 10 ഉറുപ്പ്യ ബക്കറ്റിൽ. ഇന്ന് വരെ പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ പിന്നെ അള്ള പറയാണ് സ്വത്തും നിന്റെ. ഇതെന്താ അത് രണ്ടും പറയാൻ? വേറൊന്നും ചോദിച്ചില്ലല്ലോ, ശരീരവും ചോദിച്ചു. എന്നിട്ട് അള്ള പറയാ, ആരുണ്ട് എനിക്ക് കടം തരാൻ? അന്നലഹുമുൽ ജന്ന, അങ്ങക്ക് സ്വർഗം പകരുണ്ട്. ഒന്ന് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുന്നു. അബൂബക്കർ സിദ്ദീഖ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മത്സര. എന്നാ മത്സരം? നബി പറഞ്ഞു, ഇസ്ലാമിന് സ്വത്ത് വേണം, ഇസ്ലാമിൻ്റെ പ്രബോധനത്തിനും പ്രചാരത്തിനും പള്ളി ഉണ്ടാക്കാനും ഒക്കെ വേണം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, നിങ്ങൾ ആരെങ്കിലും മദീനത്തെ പള്ളി പോലൊക്കെ ഒന്ന് കൈവന്തിച്ചേ. മദീനത്തെ പള്ളി പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉണ്ടാക്കിയ പള്ളി വേറെ, പിന്നീട് വികസിപ്പിച്ച പള്ളി വേറെ, രണ്ടും സെപ്പറേറ്റാണ്. ശ്രദ്ധിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? നമ്മളെന്താ കാണുന്നത്? മിമ്പർ മുതൽ ബാക്ക് വരെ ഒറ്റ പള്ളിയാന്നാ? അങ്ങനെ വിചാരിച്ച എത്ര പേരുണ്ട്? അങ്ങനെ വിചാരിച്ചോളൂ, ഒന്ന് കയ്യൊന്തിക്ക്. എന്നാൽ അങ്ങക്കറിയോ, രണ്ടും 2 പള്ളിയാണ്. നിങ്ങൾ റൗദത്തുൽ ജന്ന കഴിഞ്ഞ് നമ്മളവിടെ ഒരു കർട്ടൻ, ഇങ്ങനെ കുറച്ച് കട്ടിയുള്ള കർട്ടൻ, ഇങ്ങനെ ബാക്കോട്ട് സ്ത്രീകൾക്ക് അവസരം നൽകുന്നത്. അതിങ്ങനെ കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് ബാക്കോട് ചെന്ന് കഴിഞ്ഞാൽ പിന്നീട് ഒരു ഗോളം പോലൊരു സാധനം ഉണ്ട്, ഇങ്ങനെ നീങ്ങും, കേട്ടില്ലേ? അതിൻ്റെ തൊട്ടപ്പുറത്ത് വെച്ച് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉണ്ടാക്കിയ ആ വാർപ്പില്ലേ, ആ കെട്ടിടം, അത് അവിടെ അവസാനിക്കുകയാണ്, അവിടെ ഫിനിഷാണ്. അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാന് അള്ള കൂലി കൊടുക്കാൻ വേണ്ടി, ലോക ജനത അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി അത് സെപ്പറേറ്റ് വെച്ചിരിക്കുക. അവിടുന്ന് അങ്ങോട്ട് മേലെ വെച്ചിട്ടാണ് വാർപ്പ് ബാക്കി പോകുന്നത്. ഇത് അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുക. ആ പള്ളിയിൽ വെച്ചാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. അബുൽ മസാക്കിൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. സമ്പത്ത് മുഴുവനും കൊണ്ടുപോയി കൊടുത്തു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് ആയിഷ ബീവി പറഞ്ഞു, സ്വർഗത്ത് പോകാൻ കുറച്ച് പ്രയാസമുണ്ട്, നെരങ്ങിയിട്ടേ പോകുന്ന പറയുന്നത്. ധനാഢ്യർ 700 ഒട്ടകപ്പുറത്ത് ധനം കൊണ്ടുവന്ന് മദീനയിൽ വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. ഈ കാര്യം ഓർത്ത് സ്വർഗത്തിന് വേണ്ടി 700 ഒട്ടകപ്പുറത്തെ സമ്പാദ്യവും പാവപ്പെട്ടവർക്ക് വീതിച്ചു കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് ഉമറും അള്ളാന്റെ മാർഗത്തിൽ സ്വത്ത് കൊണ്ടുവന്നു. താരതമ്യേന ഉമറിന്റെ സ്വത്ത് കൂടുതലാ. അപ്പൊ ഉമർ അള്ളാന്റെ മനസ്സിൽ എന്താണ് അറിയോ? ഇപ്രാവശ്യം സ്വർഗ മത്സരത്തിൽ ഞാൻ മുന്നിലും അബൂബക്കർ സിദ്ദീഖ് താഴെയുമാണ്. ചിന്തിക്കണേ, മത്സരിക്കാൻ. കടമത്സരങ്ങൾ നടത്തുന്നവർ അതിനുവേണ്ടി കടമത്സരം നടത്തിക്കൊള്ളട്ടെ എന്ന് ഞാൻ ചോദിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖും കൊണ്ടുവന്നു, ഉമർ ഇബ്നുൽ ഖത്താബും. അപ്പം നബി ചോദിക്കുകയാണ്, ഉമറേ എന്ത് കൊണ്ടുവന്ന്? അപ്പം അദ്ദേഹം പറയാണ്, എൻ്റെ റബ്ബ് എനിക്കൊരു കോടി തന്നിട്ടുണ്ടെങ്കിൽ 50 ലക്ഷം ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 50 മെച്ചം വെച്ചു, 50 കൊണ്ടുവന്നു, പാതി. അപ്പം ഇങ്ങനെ, അപ്പം അബൂബക്കർ സിദ്ദീഖ്, ഉമറിൻ്റെ സ്വത്ത് കുറച്ച് കൂടുതലും അബൂബക്കർ സിദ്ദീഖിന് കുറച്ച് കുറവാണ്. അപ്പം റസൂൽ ചോദിച്ചു, അബൂബക്കറെ നിങ്ങൾ എന്താ കൊണ്ടുവന്നത്? എനിക്ക് അല്ലാഹു തന്ന സകല സമ്പത്തും നബിയേ ഞാനിതാ അവിടെ കൊണ്ടുവച്ചിരിക്കുന്നു, വേറെ ഒന്നും എനിക്കില്ല നബിയേ. അപ്പൊ ചോദിക്കുകയാണ്, നിന്റെ വീട്ടുകാർക്കൊന്നും ബാക്കി വെച്ചില്ലേ അബൂബക്കറെ? ഒരിക്കലും നഷ്ടമാകാത്ത 2 എണ്ണത്തിന് ബാക്കി വെച്ചുകൊണ്ടാണ് ഞാൻ ഈ സ്വത്ത് കൊണ്ടുവന്നത്. ഒന്നെൻ്റെ റബ്ബാണ്, ഒന്ന് അങ്ങുന്ന റസൂലാണ്. എനിക്ക് അല്ലാഹു റസൂലും മാത്രമാണ് ബാക്കി. എൻ്റെ സകലമാന സ്വത്തും. അന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് പറയാണ്, ഇല്ല അബൂബക്കറെ, ഇനി ഞാൻ നിങ്ങളോട് മത്സരിക്കില്ല അബൂബക്കറെ, ഇനി ഞാൻ നിങ്ങളോട് മത്സരിക്കില്ല അബൂബക്കറെ. നിങ്ങളെ തോൽപ്പിക്കാൻ നിങ്ങൾ പോകുന്ന സ്വർഗത്തിന്റെ 8 വാതിലുകൾ ഈ ഉമറിന് കിട്ടുമോ എന്നറിയില്ല അബൂബക്കറെ. നിങ്ങൾ നോക്കൂ, അലി ബനാത്ത്, കോടീശ്വരനായ അലി ബനാത്ത് എന്ന യുവാവ്. അലി ബനാത്ത്, ധനാഢ്യനായ ഒരു കണ്ണടക്ക് പോലും കോടികൾ വിലമതിക്കുന്ന അലി ബനാത്ത്, ഇട്ട ഷൂന് ലക്ഷങ്ങൾ വരുന്ന അലി ബനാത്ത്, കയ്യിൽ കെട്ടിയ വാച്ചുകൾ കോടിയുടേത്, ഫെറാറി കാറുകൾ, അതുപോലെ എന്തൊക്കെ സംവിധാനങ്ങളുണ്ടോ അതൊക്കെയായി ജീവിച്ച അലി ബനാത്ത്. ക്യാൻസർ വരുന്നു,
ഒരു കബറിടത്തിൽ ചെന്ന് മയ്യത്ത് കബറടക്കുന്നത് കാണുന്നു. ജീവിതത്തിന്റെ നിസ്സഹായത ഉൾക്കൊള്ളുന്നു. ജീവിതം ശുദ്ധീകരിക്കാൻ തീരുമാനിക്കുന്നു. ദക്ഷിണാഫ്രിക്കയിലെ പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസവും ഭക്ഷണവും കൊടുക്കാൻ അവിടേക്ക് പോകുന്നു. ഷൂ വിൽക്കുന്നു, കണ്ണട വിൽക്കുന്നു, ഫെറാറി കാർ വിൽക്കുന്നു. അള്ളാഹുവിലേക്ക് മടങ്ങുന്നു. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക് മടങ്ങിക്കോളി. അംഫുസ് കൊണ്ടും അംവാല് കൊണ്ടും മടങ്ങിക്കോളി. അലീബനാത്ത് വാഴ്ത്തപ്പെടട്ടെ. അലീബനാത്തിന് അല്ലാഹ് സ്വർഗം നൽകട്ടെ. അലീബനാത്ത് പോകുന്ന സ്വർഗത്തിൽ അള്ളാഹു നമ്മളെ കടത്തട്ടെ. അതുകൊണ്ട് സഹോദരി, ആഭരണമുണ്ടോ? അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തോ? സമ്പത്തുണ്ടോ? സെന്റ് ഭൂമി വെക്കാനുണ്ടോ? തഹസ്സുസുൽ ഖുർആനിന്റെ ഈ പഠന സംരംഭത്തിന്റെ, നമ്മുടെ മക്കൾ ദീനിയായി വളരുന്നതിന്റെ, അവർ മുത്തക്കികളാകുന്നതിന്റെ ഭാഗമായി ഈ സംരംഭം ഇവിടെ വിജയിക്കണം. ഈ സംരംഭം ഇവിടെ നടക്കണം. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എനിക്ക് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ. ഒരാളുമായും ഏതൊക്കെ സാമ്പത്തിക ഇടപാടുകളുണ്ടോ അത് ശുദ്ധീകരിക്കുകയും അത് വാങ്ങിയാൽ കൊടുക്കുകയും അതിന് കരാർ എഴുതുകയും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു വെക്കണം. നിങ്ങൾക്കൊക്കെ ഒരു നോട്ടീസ് വിതരണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ അതിൻ്റെ ഡീറ്റെയിൽ ഉണ്ട്. അതിൽ വാട്സപ്പ് നമ്പർ ഉണ്ടാകാം, അതിൽ അക്കൗണ്ട് നമ്പർ ഉണ്ടാകാം. അതെല്ലാം വാങ്ങി ഞാൻ ഇത്ര തരും, ഇത്ര കാലം കൊണ്ട് തരും, ഈ റമദാനിൽ ഞാൻ ഇത്ര സംഖ്യ തരും, എൻ്റെ സ്വത്തുന്നത് വിറ്റിട്ട് ഞാൻ തരും, എൻ്റെ 10 പവൻ സ്വർണം തരും, ഞാൻ എൻ്റെ പരലോകത്തിന് വേണ്ടി ഞാനിതൊക്കെ നൽകുന്നതാണ് എന്ന് തീരുമാനിച്ചാൽ ഇൻഷാ അല്ലാഹ് മറ്റൊരു സ്ഥലത്തും പോകാതെ നിങ്ങൾക്ക് വിജയിപ്പിക്കാൻ കഴിയും. ഇവിടെ ഇരിക്കുന്ന മുജാഹിദുകളെ, നിങ്ങളുടെ വീട്ടിലെ കാറിന്റെ സംഖ്യ നോക്ക്, നിങ്ങൾ എല്ലാവരുടെ കയ്യിലെ മൊബൈലിന്റെ സംഖ്യ നോക്ക്, നിങ്ങൾ ഇടുന്ന ഡ്രസ്സിന്റെ സംഖ്യ നോക്ക്, നിങ്ങളുടെ വീട് നോക്ക്, അതെല്ലാം കൂടുതലാണ്. 600 രൂപയുടെ ആയക്കോറ വാങ്ങുകയും 200ന്റെ ആപ്പിൾ വാങ്ങുകയും ചെയ്യുന്ന നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു മാസത്തെ ശമ്പളം കൊടുക്കാൻ ഗൾഫിലുള്ള മകനോട്, ഗൾഫിലുള്ള അനുജനോട്, ഗൾഫിൽ മോളുണ്ട്, ഭർത്താവുണ്ട്, അവർക്കൊക്കെ വാട്സപ്പിൽ മെസ്സേജ് വിട്ട് ഈ സംരംഭത്തിൽ കൂടണേ, ഇതൊരു പുണ്യമാക്കണേ, ഇത് നിങ്ങൾക്ക് ആഖിറത്തിലേക്കുള്ള മുതൽ കൂട്ടാക്കണേ എന്നൊന്ന് പറയാം. മാഷാ അല്ലാഹ്, ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമ്മുടെ സകലമാന സംരംഭങ്ങളെയും വൻ വിജയമാക്കി അള്ളാഹു നമുക്ക് നൽകട്ടെ. എല്ലാവരോടും മരണം എപ്പോഴും ഓർക്കുക. അതിനു മുമ്പ് തർത്തീബാക്കേണ്ടതൊക്കെ തർത്തീബാക്കി വെക്കുക. എല്ലാ കാര്യങ്ങളും ഞാനിവിടെ പറഞ്ഞ ഓരോന്നും അത്ര പ്രാധാന്യം അറിയിക്കുന്നതാണ്. നമ്മുടെ കാര്യങ്ങളൊക്കെ ഓർത്ത് റമദാനാണ് വരുന്നത്, നന്നായിട്ട് ശുദ്ധീകരിക്കുക, നന്നായിട്ട് ഉമ്മലീകരിക്കുക, അല്പമൊക്കെ ഒന്ന് ചെറുതാവുക, താന്നു കൊടുക്കുക, പരലോകത്തെ രക്ഷയ്ക്ക് വേണ്ടി, അള്ളാഹുവിൻ്റെ മുമ്പിൽ വരാൻ വേണ്ടി. അതിന് സ്വഹാബത്ത് സഹിച്ച ത്യാഗം, അവരനുഭവിച്ച വേദന, അവരനുഭവിച്ച വിട്ടുവീഴ്ച, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ഇന്ന് മുതൽ അശ്രാന്ത പരിശ്രമം ഈ ഭൂമി സ്വന്തമാക്കുന്നതിന്. കെട്ടിടമൊക്കെ വയ്യേ വന്നു ചേരും. നമ്മളൊരു കാര്യം കൊതിച്ചാൽ, നമ്മളതിലേക്ക് ചെന്നാൽ, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. അള്ളാഹനെ നമ്മൾ സഹായിച്ചാൽ തീർച്ചയായും അള്ളാഹ് നമ്മളെ സഹായിക്കും. നമ്മുടെ കാൽപാദങ്ങൾ അള്ളാഹ് ഉറപ്പിച്ചു നിർത്തും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും, സംശയമില്ല. ഇവിടുന്ന് കേട്ട എല്ലാ ജ്ഞാനവും സ്വന്തം ജീവിതത്തോട് ചേർത്ത് നിർത്തുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബജീവിതം അള്ളാഹു നന്നാക്കി തരട്ടെ. നമ്മുടെ ദാമ്പത്യം അള്ളാഹു നന്നാക്കി തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് രംഗത്ത് മക്കളെ ഏറ്റവും നല്ല ക്ലിയറായ റൂട്ടിലേക്ക് നടത്തിക്കാൻ നമുക്ക് സാധ്യമാകുമാറാകട്ടെ. നമ്മുടെ മനസ്സിൻ്റെ എല്ലാ രോഗങ്ങളിൽ നമുക്ക് മുക്തി നേടാൻ സാധിക്കുമാറാകട്ടെ. നമുക്ക് അള്ളാഹു ആരോഗ്യം നൽകട്ടെ. പലിശയിൽ നിന്ന് അള്ളാഹു നമുക്ക് മുക്തി നൽകട്ടെ. കടബാധ്യതയിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. നമ്മളുടെ കൂട്ടത്തിൽ പലരും അസുഖക്കാരാണ്. ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീമിനെ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങളുടെ വൈസ് പ്രസിഡൻറ്റിനെ പോലെ ഒക്കെ അവർക്കൊക്കെ അള്ളാഹു പൂർവ്വ ആരോഗ്യം നൽകി, നമ്മുടെയൊക്കെ അള്ളാഹു ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഏറ്റവും വലിയ അനുഗ്രഹവും ആരോഗ്യവും അതുപോലെ ജീവിക്കാനുള്ള ചുറ്റുപാടും ഒക്കെ തന്നെയാണ്. അതൊക്കെ അള്ളാഹു നമുക്ക് നൽകുമ്പോഴും അള്ളാഹിനെ മറക്കാതെ, അള്ളാഹിനെ ഓർത്ത്, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത്, നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ ഖുർആനുമായൊരു ബന്ധം പുലർത്തി ജീവിച്ചാൽ ഇൻഷാ അള്ളാഹ് രണ്ട് ലോകത്തും ദുഃഖിക്കേണ്ടി വരില്ല. അങ്ങനെ സന്തോഷിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾച്ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിലും ലോകത്തിൻ്റെ പല ഭാഗത്തും കഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു രക്ഷ നൽകുമാറാകട്ടെ. അമേരിക്കയിലെ ലോസ് ഏഞ്ചലസിലും അത് കാലിഫോർണിയയിലും
നിരപരാധികളായ ഒരുപാട് മനുഷ്യരുണ്ട്. അള്ളാഹുവേ, അവർക്കും നീ രക്ഷ നൽകണമേ. അവർക്ക് കണ്ണു തുറക്കുമാറ് ഇത് നിൻ്റെ ശിക്ഷയാണെങ്കിൽ അതിലവർക്ക് ബോധ്യമുണ്ടാകണമേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരോടും വെറുപ്പ് വെച്ച് നടക്കുന്നൊരു സ്വഭാവം വിശ്വാസികൾക്കില്ല റബ്ബേ. നീ അത് പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹു എല്ലാം ഹൈറാക്കി നൽകണമേ തമ്പുരാനെ. ശത്രുക്കളും കല്ലെറിഞ്ഞവർക്കും മാപ്പ് കൊടുക്കാൻ പ്രാർത്ഥിച്ച റസൂലിൻ്റെ അനുയായികളാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ തിരുദൂതരെ കല്ലെറിഞ്ഞവരെക്കാൾ വലിയ പാപികൾ ആരാ ഉള്ളത്? അത് ചെയ്ത സമൂഹത്തിനെതിരെ പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും പറഞ്ഞപ്പോഴും ഇല്ല നാഥ, നീ അവർക്ക് പൊറിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ച റസൂലുള്ളയാണ്. ആ മാർഗ്ഗമാണ് നമ്മൾ അവലംബിക്കേണ്ടത്. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ചിന്മകളിലും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നാളെ മഹ്ശറിൽ എരിപുരുകൊള്ളുന്ന വെയിലത്ത് അർശിൻ്റെ തണം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിൽ ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തുജ്ഇൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. അല്ലാഹുമ്മ യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.